ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പതിപോലെ തിരുക്കുറളിൻ്റെ ഭാഗം 2 അർത്ഥപ്രകരണം, രാജ്യാംഗത്തിലെ നാട്, രാജ്യം, കൺട്രി, ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എന്നോടൊപ്പം ഇതിൻ്റെ വിവർത്തനത്തിലേക്ക് എത്തിയിരിക്കുന്ന മോഹൻദാസ് സാറിനെയും അതുപോലെ തന്നെ ശാന്തിമാമിനെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ശാന്തിമാം, യു ആർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇതിനു മുന്നേ കണ്ടതെല്ലാം ഒരു രാജാവ്, മന്ത്രി, ഒരു രാജാവ് എങ്ങനെയൊക്കെ പെരുമാറണം, മന്ത്രി എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് അടുത്തത് ഇപ്പൊ നമ്മളിത് പറയുമ്പോൾ ഓരോന്നും ഒരു കണക്ടിവിറ്റിയോടുകൂടിയാണ് ഈ വള്ളുവർ ഓരോ കുറളും രചിച്ചിരിക്കുന്നത്. ഓരോ അധികാരം വച്ചിരിക്കുന്നതും അങ്ങനെയാണ്. ഇപ്പൊ ഇതിൽ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് പൊരുളിയലാണ്. പൊരുളിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചതല്ലാതെ അതിൻ്റെ കൂടെ തന്നെ ഒരു കണക്ഷൻ ഉണ്ട്. നാട്, പൊരുളിയലില് നാട് എന്നതാണ്. ഇതിൽ വരുമ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒരു രാജ്യം നല്ലാവണമെങ്കിൽ എന്തൊക്കെ വേണം, അത് മാത്രമല്ല ഒരു മനുഷ്യൻ നന്നാവണം എന്നുണ്ടെങ്കിൽ ഇത് ഈ പൊരുളിയലിൽ തന്നെയാണ് നட்பிനെ കുറിച്ച് പറയുന്നത്. നட்ப് എന്ന് പറയുമ്പോൾ അറിയാം, ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം. അപ്പം എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിലുള്ള സൗഹൃദം നമ്മൾ ഏറ്റെടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നത് ഈ പൊരുളിയലിലാണ്. അപ്പോൾ ഈ പൊരുളിയൽ എന്ന് പറയുന്ന ഈ ഭാഗം തന്നെ നമുക്ക് കാമത്തപ്പാൽ അറം പൊരുൾ ഇൻപം എന്ന ഈ 3 ഇതിലാണ് നമ്മൾ ഈ തിരുക്കുറളിനെ മൊത്തമായിട്ട് 3 ഭാഗമായിട്ടാണ് പിരിച്ചിരിക്കുന്നത്. അതിൽ പൊരുളിയലിൽ വരുന്നതാണ് ഈ നാട് എന്ന് പറഞ്ഞ ഈ അധികാരം. അപ്പൊ ഈ നാട് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യം. അപ്പൊ ഒരു രാജ്യം എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം വള്ളുവറിന് ഉണ്ടായിരുന്നു. അപ്പോൾ വള്ളുവർ പറയാണ്, ഒരു നാടെന്ന് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് നാടിന് ആവശ്യമായത്. ഇതെല്ലാം ഇല്ലെങ്കിൽ അത് നാട് എന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഏതൊക്കെയാണ്, എന്തൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു നാടിനെ നാടായി കണക്കാക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ അറിയാം, പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്ന ഈ അധികാരത്തിൽ വരുന്ന പലതും നമുക്ക് ഇപ്പോഴും പ്രയോഗിക്കാൻ പറ്റാവുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യമായി പറയുന്നത് ഒരു നാടിനെ എങ്ങനെയൊക്കെ രാജാവിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്താൽ ഒരു രാജ്യം നന്നാവും എന്നുള്ളതിനും, ഒരു രാജ്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം, ഇതെല്ലാം ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ നിറവേറ്റി പോരുന്നതാണ് ഒരു നല്ല രാജ്യത്തിന്റെ സ്വഭാവം എന്നതിനെ കുറിച്ചുമാണ് പറയുന്നത്. ആദ്യം പറയുന്നത് ഒരു രാജ്യം എങ്ങനെയാവണമെന്നാണ്. തള്ള വിളയുളും തക്കാറും താഴ്വ ഇല ചെൽവരും ചേർവത് നാട്. അതായത് ഒരു രാജ്യത്തിന് ആവശ്യമായത് തള്ളാവിളകളും, അതായത് എപ്പോഴും ഒരു കുറവുമില്ലാതെ വിളച്ചൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാർഷിക ഫലങ്ങളാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു രാജ്യത്തില് എപ്പോഴും ആവശ്യമുള്ളത്, മനുഷ്യരുടെ ഏറ്റവും ബേസിക് ആയ നീഡ്സ് എന്ന് പറയുന്ന ഏതാണ്? ഭക്ഷണവും ഉറവിടം എന്ന് പറഞ്ഞാൽ നമുക്ക് താമസ സൗകര്യം വേണം, പിന്നെ ഡ്രസ്സ്. ഈ 3 കാര്യങ്ങളുമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഒരു നാട്ടില്, ഒരു രാജ്യത്തില് തള്ളാവിള എന്ന് വെച്ചാൽ ഒരിക്കലും കുറയാത്ത കാർഷിക വിഭവങ്ങൾ വേണം. അടുത്തത് തക്കാറും താഴ്വു ഇല ചെൽവരും. ഇനി തക്കാർ എന്ന് പറയുമ്പോൾ തമിഴിൽ അതിന് അറവൂർ എന്ന് പറയും. എന്ന് വെച്ചാല് ഈ നല്ല അറിവുള്ളവരും ദൈവവിശ്വാസമുള്ളവരെയുമാണ് തക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ നടക്കുന്നവർ, തെറ്റ് വന്നാൽ അത് തെറ്റാണ് എന്ന് കാണിക്കുന്നവരും തെറ്റ് ചെയ്യാതിരിക്കുന്നവരെയും അറവൂർ എന്നാണ് പറയുന്നത്. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പലരും ഇന്നത്തെ കാലത്ത് നമ്മളത് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു കാലഘട്ടത്ത് ദൈവവിശ്വാസമുള്ളവരാരും തന്നെ തെറ്റായ പ്രവർത്തികൾ ചെയ്യില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അറവൂർ എന്ന് പറഞ്ഞാൽ അറക്കാര്യങ്ങൾ, അറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മരീതിയിൽ സഞ്ചരിക്കുന്നവർ, തെറ്റായ ഒന്നും തന്നെ ചെയ്യാത്തവർ, അവരും വേണം. ഇനി അടുത്തത് എന്ത് വേണം എന്ന് പറഞ്ഞാൽ താഴ്വ് ഇല ചെൽവരും. ഇനി ഒരിക്കലും നശിച്ചു പോകാത്ത, എപ്പോഴും
സെൽവം വേണം. സെൽവം എന്ന് പറയുമ്പോൾ ഇവിടെ കാശ് മാത്രമല്ല, തമിഴിൽ പറയാറുണ്ട് 16 പെറ്റു പെരുവാഴ്വ് വാഴുക എന്ന് പറയും. 16 വകയാണ് സെൽവങ്ങൾ എന്ന് പറയും. അതിൽ വരുന്നത് കൽവി. കൽവി എന്ന് പറഞ്ഞാൽ പഠിപ്പ്, പിന്നെ കുഴന്തൈ എന്ന് പറഞ്ഞാൽ കുട്ടികൾ, ഇങ്ങനെ പിന്നെ കാശുമുണ്ട്, അതും വേണമല്ലോ. അത് പോയിട്ട് ബന്ധം മീൻസ് റിലേറ്റീവ്സ്, ഇങ്ങനെ എല്ലാവരും വേണം. അങ്ങനെയാണ് ഈ 16 പറയുന്നത്. എന്നാൽ ഇതിനെ തെറ്റിദ്ധരിച്ചാണ് 16 കുട്ടികൾ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആണ്. 16 വകയാണ് സെൽവങ്ങൾ എന്നാണ് പറയുന്നത്. സെൽവങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കാശും വരും, അതിന്റെ കൂടെ തന്നെ പഠിപ്പ്, പിന്നെ നല്ല സ്വഭാവം, ഇതെല്ലാം വരും. ഇങ്ങനെ എന്നും അഴിയാത്ത, എന്നും നിലച്ചു നിൽക്കുന്ന സെൽവം സേർവത് നാട്, ഇതെല്ലാം ഒത്തുചേരുന്നതാണ് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നാട് എന്ന് പറയുന്നത്. അപ്പോ ഒരു നാടാണെങ്കിൽ അവിടെ അത്യാവശ്യം വേണ്ടതാണ് കാർഷികം എന്ന് പറയുന്നത്. നമ്മുടെ കാർഷിക വിളകൾ എപ്പോഴും കുറഞ്ഞു പോവരുത്. അതാണ് തള്ളാവിള എന്ന് പറയുന്നത്. തക്കാർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ജീവിക്കുന്നവർ, അല്ലെങ്കിൽ നേരായ പാതയിൽ കൂടെ മാത്രമേ സഞ്ചരിക്കുന്നവർ, തെറ്റൊന്നും ചെയ്യാത്തവർ. താഴ്വില സെൽവർ എന്ന് പറയുന്നത് ഒരിക്കലും അഴിഞ്ഞു പോവാത്ത, മാഞ്ഞു പോവാത്ത സെൽവങ്ങൾ ഉള്ളവർ. ഇത് ഇത്രയും ചേരുന്നതാണ് ഒരു നല്ല നാട്. ഇത് മാത്രമാണ് നാടെന്ന് പറയാവുന്നത്. അപ്പോൾ ഇതിൽ ഈ അധികാരത്തിലല്ല, ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു നാട്. ഇത് മാത്രമല്ല, ഇനി അടുത്ത് വരുന്ന കുറെ കുറളുകളിലും ഇതാണ് പറയുന്നത്. ഒരു നാടിന്റെ ആവശ്യമായത് എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുറൾ 731. ഇവിടെ പ്രധാനമായി സൂചിപ്പിക്കുന്നത് ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. ഒന്ന് സമൃദ്ധമായ കൃഷിയും കർഷകരും. വിളകൾ രാജ്യത്തിൻ്റെ അടിത്തറയെ കൃത്യമായിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാവികസനം, ധർമ്മിഷ്ഠരായ വിദ്യാഭ്യാസം, ജ്ഞാനവുമുള്ള രാജ്യത്തുള്ള മക്കൾ ഉണ്ടാകണം. അതുപോലെ തന്നെ സമ്പത്തും സമൃദ്ധിയും, സമ്പന്നത, അത് എല്ലാ തരങ്ങളിലും ഉണ്ടായിരിക്കണം. അപ്പം ഈ 3 കാര്യങ്ങൾ ഒരു രാജ്യത്ത് കൃത്യമായിട്ടുണ്ടായിരിക്കണമെന്നാണ് ഈ വാക്കിലൂടെ, ഈ കുറിലിലൂടെ നമ്മളെ മനസ്സിലാക്കുന്നത്. Okay, ma'am. Thank you, sir. The Tirukural is a classic Tamil text consisting of 1330 couplets or kurals, authored by the celebrated poet and philosopher Thiruvalluvar, composed perhaps between the 4th and 1st centuries BC. It is one of the most important works in Tamil literature, providing guidance on aram, virtue, righteousness, porul, wealth or governance, and imbam, love or pleasure. The work is revered for its universality, ethical teachings, and non-demonstrational nature, making it relevant across cultures and time. Chapter 74, the country, Nadu. Chapter 74 of the Tirukural, titled Nadu, meaning country or nation, falls under the second major section, Porul, wealth or governance. This chapter is dedicated to defining the characteristics of an ideal, well-governed and prosperous nation. The couplets in this section emphasizes that a great country must be self-sufficient, free from internal and external threats, and conducive to the well-being of its people. Thiruvalluvar outlines the essential requirements for a healthy state, such as abundant natural resources, strong defenses, and harmony among its citizens. Kural 731, definition. 731 states
A country should be composed of lavish crop producers, well-educated men, and ever-rich people. This timeless ideal defines a nation's core strength as a balance between agricultural prosperity, intellectual capital, and economic stability. The story of the Chola kingdom മ്യൂട്ടായി പോയി. The ancient Chola kingdom, 9th to 13th century, exemplifies this ideal flourishing due to its massive irrigation works, lavish crop producers, patronage of arts and education, well-educated men, and dominance in maritime trade, ever-rich people, making it a dominant regional power. In modern India, the initial Green Revolution focused on ensuring agricultural self-sufficiency, while the current emphasis on digital literacy and tech innovation aligns with developing intellectual capital, aiming to achieve sustained economic growth and elevates the entire population. Just as the Cholas balanced farming and learning to build their empire, India now strives to integrate its vast agricultural base with its booming technology sector to become a truly developed and powerful nation. Country should be combined of lavish crop producers, well-educated men, and ever-rich people. Thank you, sir. അടുത്തത് 732 കുറളാണ്. പെരും പൊരുളാൽ പെൾ തക്കത് ആഹി അരും കേട്ടാൻ ആറ്റ വിളൈവത് നാട്. അതായത് ഒരു നാട്ടിലാണെങ്കിൽ, അതായത് ഒരു രാജ്യത്തിൽ നമുക്ക് എന്തൊക്കെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലാവണം നമ്മുടെ നാട്. കാരണം ഇപ്പൊ നമ്മുടെ രാജ്യത്തിലുള്ളവരൊക്കെ പുറത്തേക്ക് പോവാൻ കാരണം എന്തുകൊണ്ടാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരുടെയും നല്ല സാലറി ഏൺ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് പോകുന്നത്. അല്ലാതെ അവിടെ പോയിട്ട് കഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അവിടെ ചെന്ന് അവിടുത്തെ ഇപ്പം ലോകരാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ എത്രയോ ഫാർ ബെറ്റർ ആണ് നമ്മുടെ കാലാവസ്ഥയിൽ. മാത്രമല്ല നല്ല ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ തന്നെയാണ്. കാരണം മറ്റ് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് 6 മാസം ഭയങ്കര മഞ്ഞ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിലോട്ട് പോയി അവിടെ ചെന്ന് ജീവിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് ആർക്കും മണ്ടന്മാരല്ല. എല്ലാവരും പോകുന്നത് കാശിന് വേണ്ടി മാത്രമാണ്. അപ്പൊ എന്താണ് അവരെ ആകർഷിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രകൃതി അല്ല ആകർഷിക്കുന്നത്. പ്രകൃതി ആകർഷിക്കും, എങ്ങനെ പോയി കണ്ടിട്ട് വരാനാണ് തോന്നുന്നത്. അല്ലാതെ അവിടെ ചെന്ന് താമസിക്കണം എന്ന് ആർക്കും തോന്നത്തില്ല. ഇപ്പൊ നമ്മളായാലും ഇവിടെ കേരളത്തിൽ തന്നെ നമുക്ക് മൂന്നാർ പോകണമെന്നുണ്ടെങ്കിൽ മൂന്നാർ പോയി താമസിക്കാൻ നമുക്ക് താല്പര്യം കാണില്ല. പോകും, 1 ദിവസം 2 ദിവസം കണ്ടിട്ട് തിരിച്ചു വരും. അല്ലാതെ അവിടെ തന്നെ താമസിക്കാൻ അവിടുത്തെ കാലാവസ്ഥ നമുക്ക് അനുവദിക്കില്ല. നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഇവിടെയുള്ളവർക്ക്. അതുപോലെയാണ് ഒരു രാജ്യമാണെങ്കിൽ മറ്റുള്ളവര് നമ്മുടെ രാജ്യത്തെ നോക്കി, ഒരു നല്ല രാജ്യമാണെങ്കിൽ ആ രാജ്യത്തെ നോക്കി അസൂയപ്പെടുന്ന രീതിയിലാവണം ആ രാജ്യത്തിന്റെ വളർച്ച. അതുകൊണ്ടാണ് പെരും പൊരുളാൽ പെൾ തക്കത് ആഹി. പെരും പൊരുളാൽ എന്ന് പറഞ്ഞാൽ അളവറ്റ്, അതായത് ഒരുപാട് കാശ് മാത്രമല്ല എല്ലാ രീതിയിലുമുള്ള വരവ് ആ രാജ്യത്തിന്റെ. നമ്മളിപ്പോ ഇതില് നമുക്ക് ബിസിനസ്സും എടുക്കാം, എന്ത് വേണമെങ്കിലും എടുത്തേക്കാം. ആ രീതിയിലാണ് പൊരുളുടമൈ എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മുടെ രാജ്യത്തിലുള്ള ആ സെൽവം കണ്ട് അതിനെ ആകർഷിക്കുന്നതാവണം. അങ്ങനെ അത്തരത്തിലുള്ള വളർച്ചയാണ് മീൻ ചെയ്യുന്നത്.
അത് മാത്രമല്ല, അരും കേട്ടാൻ ആറ്റ വിളൈവത് നാട്. ഇനി അത് മാത്രമല്ല, ഇതിപ്പം ഈ ഒരു രാജ്യത്തിലെ സെൽവം എന്ന് പറയുന്ന, അല്ലെങ്കിൽ എല്ലാ വിധത്തിലുമുള്ള സെൽവം വേണമെങ്കിൽ അത് രാജാവിന്റെ കയ്യിലാണുള്ളത്. ഇനി അടുത്തത് പറയുന്നത് രാജാവിന്റെ കയ്യിലുള്ള, അത് രാജാവ് നല്ല രീതിയിൽ ഒരു ഭരണം കൊണ്ടുപോവുകയാണെങ്കിൽ ആ രാജ്യത്തേക്ക് സമ്പത്തുക്കൾ എല്ലാം തന്നെ വന്നു ചേരും. ഇനി അടുത്തത് രാജാവ് മോശമാണെങ്കിലോ, അത് സംഘം ലിറ്ററേച്ചറിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു രാജാവ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ജനങ്ങൾ. അപ്പൊ രാജാവ് നല്ലവനാണെങ്കിൽ ആ ജനങ്ങൾ നല്ലവരായിരിക്കും. രാജാവ് മോശമാണെങ്കിൽ ജനങ്ങൾ മാത്രമല്ല, അവിടെ പ്രകൃതിക്ഷോഭവും ഉണ്ടാകും. ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു സംഘം ലിറ്ററേച്ചറിൽ വരുന്ന ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്. നാടാ കൊണ്ട, അവലാ കൊണ്ട, മിസയാ കൊണ്ട എന്ന് തുടങ്ങുന്നതാണ്. അതിന്റെ മീനിങ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ പാട്ടില് ഈ ഒരു രാജ്യം എങ്ങനെ നല്ല വളത്തോടുകൂടി നല്ല സമ്പത്തോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ആ രാജാവ് നല്ല ആളാണ്, നല്ല ഭരണമാണ്. ആ രാജാവിന് എങ്ങനെയാണ് അതിനെ കൊണ്ടുപോകണമെന്ന് അറിയാം. അതുപോലെ ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് പെരും പൊരുളാൽ പെൾത്തക്കതാഹി എന്ന് പറയുന്നത് രാജാവിന് പറയുന്നതാണ്. ആ രാജാവിന്റെ പ്രവർത്തനം കൊണ്ട് ആ രാജ്യം നല്ലതായിരിക്കണം. അരും കേട്ടാൻ ആറ്റ വിളൈവത് നാട്. അടുത്ത ആ ലൈനിൽ അരും കേട്ടാൻ എന്ന് പറയുന്നത് ഒരു നശീകരണം അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ, അതായത് പ്രകൃതിയുടെ ക്ഷോഭമൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ല നാട്. അപ്പൊ അവിടെയാണ് വരുന്നത്, രാജാവ് മോശമാണെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാവും. ഈ പ്രകൃതിക്ഷോഭം ഉണ്ടാവാൻ എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ രാജാവിന്റെ പ്രവൃത്തിയാണ് കാരണം. അതിവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അരും കേട്ടാൽ എന്ന് പറയുന്നത് ഇവിടെ നല്ല പോലെ നമ്മളിപ്പോ കൃഷി വിളവിറക്കുന്നുണ്ട്. അത് ഇറക്കി കഴിഞ്ഞാൽ ഒന്ന് വയലിലാണെങ്കിൽ പക്ഷികളുടെ ശല്യം ഉണ്ടാവാൻ പാടില്ല. പിന്നെ എലിയോ പാമ്പോ അല്ലെങ്കിൽ വെട്ടില് കിളി ഇതുപോലുള്ള പക്ഷികൾ വന്ന് അതിനെ നശിപ്പിക്കരുത്. അതുപോലെ തന്നെ അതെല്ലാം നശിപ്പിക്കാതെ നമ്മൾ നല്ലപോലെ ഭംഗിയായി വളർത്തിക്കൊണ്ടുവരുന്നു. അപ്പോഴേക്കും വലിയൊരു മഴ വന്നു കഴിഞ്ഞാലോ വെള്ളപ്പൊക്കം കൊണ്ട് കംപ്ലീറ്റ് നശിച്ചു പോകും. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് രാജാവിന്റെ ഭരണത്തിന്റെ കേടുകൊണ്ടാണ് എന്നും പറയുന്നുണ്ട്. കാരണം ഇതെല്ലാം രാജാവ് നല്ല രീതിയിൽ ഭരിക്കുകയാണെങ്കിൽ, നല്ലവനാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ഇതൊക്കെ അതായത് മഴ കൂടുതൽ പെയ്യില്ല. മഴ കൂടുതൽ പെയ്യാതിരിക്കണമെങ്കിൽ രാജാവ് നല്ലവനായിരിക്കണം എന്നാണ് അതിന്റെ ആകെ പറയുന്ന ഒരു മീനിങ്. അപ്പൊ ഈ പാട്ടിൽ പറഞ്ഞിരിക്കുന്നതും ഒരു രാജ്യം എങ്ങനെയാവണം, അതായത് പ്രകൃതിക്ഷോഭം പാടില്ല, എന്നാൽ മറ്റുള്ളവരൊക്കെ കണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലാകണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്ന് എടുക്കാം, നമ്മുടെ രാജ്യത്ത് വന്ന് പഠിക്കാൻ വരുന്നവര് അല്ലെങ്കിൽ ജോലിക്ക് വരുന്നവര് കൂടുകയാണെങ്കിൽ നമുക്ക് എന്താണ് കൂടുതൽ നമ്മുടെ ഷെയർ മാർക്കറ്റ് താനേ ഉയർന്നു പോവുകയും ചെയ്യും. നമുക്ക് ഒരുപാട് പുറത്തുള്ള നാണയങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത് വേണം എന്നാണ് ഈ വള്ളുവർ പറയുന്നത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് ആ രാജ്യത്തിനെ നമുക്ക് നല്ല രാജ്യം എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം അധികാരം 74 കുറൾ 732. പെരും പൊരുളാറ് പെട്ടക്ക താക്കി അരുങ്കേട്ടാൽ ആറ്റ വിളൈവത് നാടു. പൂരിശ്രീയാർ അന്യരിച്ചിക്ക് അഴിവില്ലാതേറെ വിളയുന്നതാം നാട്. പൂരിശ്രീയാർ അന്യരിച്ചിക്ക് അഴിവില്ലാതേറെ വിളയുന്നതാം നാട്. കുറയാത്ത സമൃദ്ധിയും ധർമ്മിഷ്ഠന്മാരും ഒരിക്കലും കുറവില്ലാത്ത ധനസമ്പത്തുള്ളവരും ഒത്തൊരുമിച്ച് ജീവിക്കുന്ന സമൃദ്ധിയാർന്ന നാടത്രേ നല്ല നാട്. ഒരു രാജ്യം അളവറ്റ ധനധാന്യ സമൃദ്ധികളാൽ ഐശ്വര്യമുറ്റതായി അന്യനാട്ടുകാർക്ക് പോലും കൊതിക്കുന്ന രീതിയിൽ ഒട്ടും കേടില്ലാത്തവണ്ണം കനത്ത സമൃദ്ധിയോടെ വിളയുന്ന ഇടമായിരിക്കണം ഒരു നാട്. അളവില്ലാത്ത സമൃദ്ധിയുള്ളതും അന്യനാട്ടുകാർ കൊതിക്കുന്നതും ഒരിക്കലും ഒന്നുകൊണ്ടും അഴിവില്ലാത്തതും കുറവില്ലാത്തതും
സുഭിക്ഷമായി വിളയുന്നതുമായ നാടാണ് നല്ല നാട്. അതിവൃഷ്ടിയോ അനാവൃഷ്ടിയോ ഭരണവൈകല്യമോ ധർമ്മപ്പിഴയോ മറ്റ് കീടങ്ങളിൽ നിന്നോ അതുപോലെയുള്ള മറ്റ് ജന്തുക്കളിൽ നിന്നോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ആ ബാധകളോ ഒന്നും ഇല്ലാതെ സമൃദ്ധിക്കോ ഐശ്വര്യത്തിനോ സമാധാനത്തിനോ ആ നാട്ടിൽ യാതൊരു കുറവും ഉണ്ടാകാതെ ഇരിക്കുകയും വേണം. അങ്ങനെയുള്ള നാട് നല്ല നാട്. കുറൾ 732 പെരും പൊരുളാറ് പെട്ടക്ക താകി അരുങ്കേട്ടാൽ ആറ്റ വിളൈവതു നാടു. പൂരി ശ്രീയാർ അന്നരിച്ചിക്കേ അഴിവില്ല ഏറെ വിളയുന്നതാം നാട്. ഓവർ. താങ്ക് യു സർ. Good evening to all. Tirukkural, Part 2, Chapter 74, Angaviyal, Country. Kural 732. Perum Purularu Pettakkathagi Arungettal Atta Vilayivadu Nadu. Country must be producing alluring, a plenty fresh yield. That's a land which men desire for wealth's abundant share, yielding rich increase where calamities are rare. A kingdom is that which is desired for its immense wealth and which grows greatly in prosperity, being free from destructive causes. Perum Purularu Pettakkathagi Arungettal Atta Vilayivadu Nadu. Thank you, sir. Over. അടുത്തത് 733 കുറളാണ്. പുറൈ ഒരുങ്ക് മേൽ വരുങ്കാൽ താങ്കി ഇറൈവർക്ക് ഇറൈ ഒരുങ്ക് നേർവത് നാട്. അതായത് ഒരു രാജ്യത്തിൽ മറ്റുള്ള രാജ്യങ്ങളിൽ അനുഭവിക്കുന്ന ഒരുപാട് കേടുകൾ ഉണ്ടാവാം. കേടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങള്, കാലാവസ്ഥയുടെ പ്രശ്നം വരാം, പിന്നെ ധനത്തിന്റെ പ്രശ്നം വരാം, പിന്നെ ജനങ്ങളുടെ അടിപിടി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കലാപങ്ങൾ ഉണ്ടാവാം, എന്ത് വേണമെങ്കിലും ഉണ്ടാവാം. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു നാട്ടില് ഒരുമിച്ച് ഒരു നാട്ടിൽ വരികയാണെങ്കിൽ, അതായത് പുറൈ ഒരുങ്ക് മേൽ വരുങ്കാൽ, മറ്റുള്ള ഈ ഭാരം എന്ന് പറയാം, ആ ഭാരം മുഴുവനും വന്ന് ഒരേ സമയത്ത് വന്ന് ഒരു രാജ്യത്തിലേക്ക് വന്നാലും, ഒരു മേൽ വരുങ്കാൽ ഒരു രാജ്യത്തിന്റെ പുറത്ത് വന്നാലും ഇറൈവർക്ക് ഇറൈ ഒരുങ്ക് നേർവത് നാട്. അങ്ങനെ ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു പ്രശ്നം രാജാവിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യണം? ഇറൈവർക്ക് ഇറൈ ഒരുങ്ക് നേർവത് നാട്. അപ്പോൾ രാജാവിന് കൊടുക്കേണ്ട വരി കൊടുക്കണം. കാരണം നികുതി കൊടുക്കാതിരിക്കരുത്. രാജാവിന് നമ്മൾ അത് ചെയ്യുന്ന ഒരു സഹായമാണ്. അങ്ങനെ വരുന്നതാണ് നല്ല രാജ്യം എന്നാണ് പറയുന്നത്. അപ്പോ ആ ഇറൈവർക്ക് ഇറൈ എന്ന് പറയാൻ കാരണം, ഇപ്പൊ നമുക്കൊരു കോവിഡ് എന്ന് പറഞ്ഞ ഒരു മഹാമാരി വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പലരും സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം വീണ്ടും വന്നത്. അല്ലെങ്കിൽ നമുക്ക് വരാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല, ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഒരു മഹാമാരിയിൽ പെട്ട് കഷ്ടപ്പെടുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കയ്യിൽ എന്താണ്? പലർക്കും കാശിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ കാശുള്ളവർ എന്ത് ചെയ്തു? ഇല്ലാത്തവർക്ക് കൊടുത്ത് സഹായിച്ചു. ഫ്ലഡ് വന്നു, അപ്പോഴും നമ്മൾ സഹായിച്ചു. ഇതുപോലെ തന്നെയാണ് ചെയ്യണം. കാരണം ഇത് രാജാവിന് ആ രാജ്യത്തിലെ ജനങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് നല്ല രാജ്യം. ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ എന്തിനാണ് ഇത് കൊടുക്കുന്നത്? ഇത് രാജാവിന്റെ കടമയല്ലേ, രാജാവ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ ഗവൺമെന്റിനോട് തന്നെ നമ്മൾ പറഞ്ഞിട്ടിരിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് നല്ല രാജ്യമല്ല. കാരണം ആ രാജ്യത്തിന് വന്ന ഒരു ദുഃഖത്തിൽ നമ്മളും പങ്കുചേരണം. അതിന് നമ്മളെ കൊണ്ട് എന്തൊക്കെ സഹായിക്കാൻ പറ്റുമോ സഹായിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പുറൈ ഒരുങ്ക് മേൽ വരുങ്കാൽ എന്ന് വെച്ചാൽ, പുറൈ ഒരുങ്ക് എന്ന് പറഞ്ഞാൽ
ഒരു പ്രശ്നം, ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാം, അതിൽ എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് വന്നതുപോലെ ഒരു ദുഃഖം വരികയാണെങ്കിൽ ഇറൈവർക്ക് ഇറൈവൊരുങ്ക് നേർവത് നാട്, രാജാവിന് കൊടുക്കേണ്ട ഇറൈ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇറൈ എന്ന് പറയുന്നത് രാജാവാണ്. ഇറൈവൻ അല്ലെങ്കിൽ ദൈവം, തമിഴില് രാജാവിനെ ദൈവതുല്യമായാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരുമാലൈ തിരുവുടൈ മന്നനെ കാണിൽ തിരുമാലെ കണ്ടേൻ എന്ന് പറയും. തിരുമാൽ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാനാണ്. തിരുവുടൈ മന്നൻ വെച്ചാൽ നാടിനെ ഭരിക്കുന്ന രാജാവിനെ കണ്ടു കഴിഞ്ഞാൽ തിരുമാലെ കണ്ടേൻ എന്ന് പറയും. തിരുമാലെ കണ്ടേൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ കണ്ടു എന്ന്. അതുകൊണ്ടാണ് ഇവിടെ ഇറൈ എന്ന് പറയുന്നത്. ഇറൈവർക്ക് എന്ന് പറയുന്നത്, ആദ്യത്തെ ഇറൈവർക്ക് എന്ന് പറയുന്നത് രാജാവ് എന്നാണ് മീനിങ്. അടുത്തത് ഇറൈ എന്ന് പറയുന്നത് നികുതി എന്നാണ്. ഒരുങ്ക് നേർവത് നാട്, മുഴുവതും, അതായത് അതിൽ ബാലൻസ് ഒന്നും വയ്ക്കാൻ പാടില്ല. രാജാവിന് കൊടുക്കേണ്ട മുഴുവനായുള്ള എല്ലാ നികുതിയും കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. തിരുക്കുറൾ ഭാഗം 2, അധികാരം 74, കുറൾ 733. പൊറയൊരങ്കു മേൽ വരുങ്കാൽ താങ്കി ഇറൈവർക്കു ഇറയൊരുങ്കു നേർവതു നാടു. മറ്റു നാട്ടിൻ ഭാരമേറ്റും സ്വയം നൃപനു കപ്പമേകുന്നതേ നാട്. മറ്റു നാട്ടിൻ ഭാരമേറ്റും സ്വയം നൃപന് കപ്പമേകുന്നതേ നാട്. ഒരു നാടിന്റെ മേന്മയെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൽ ആ നാട് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ അവിടുത്തെ സമ്പൽ സമൃദ്ധിയാണ്. ആ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഭാഗ്യത്തിൽ നിന്ന് മാത്രമേ ഒരു രാജ്യത്തിന് ഈ പറയുന്ന രീതിയിൽ പെരുമാറാൻ കഴിയുകയുള്ളൂ. ഒരു നാടിന് ആ നാടിന്റെ പ്രത്യേകതകളാണ് ഇനി പറയുന്നത്. മറ്റു നാട്ടിൽ ഭാരമേറ്റും, മറ്റ് നാടുകളിലെ ഭാരമെല്ലാം ഒന്നായി തൻ്റെ മേൽ വരുമ്പോഴും സ്വീകരിച്ച് അതിനു പുറമെ തൻ്റെ രാജാവിന് മുഴുവൻ നികുതിയും മറ്റു വിഹിതങ്ങളും നൽകി വിധേയമാകുന്നതായിരിക്കണം ഒരു നല്ല നാട്. അതായത് മറ്റു നാടുകളിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വരുന്നവരോ, അതുപോലെ നമ്മൾ മറ്റു നാടുകളിലേക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് സഹായങ്ങൾ പലപ്പോഴും നൽകാറുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന അധിക ഭാരങ്ങൾ തന്നെയാണ്. അത്തരം സന്ദർഭങ്ങളിൽ ആ വരുന്ന ഭാരങ്ങളെല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അതേസമയം ആ രാജ്യത്തിന് യാതൊരു കുറവും വരാത്ത രീതിയിൽ ഭരണം നടത്തുന്നതിനും ആ രാജ്യം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും അവിടുത്തെ ജനതയ്ക്ക് സുഖമായി ജീവിക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ നൽകുന്ന ഒരു നാടാണ് നല്ല നാട്. അയൽ നാടുകളിൽ നിന്ന് ഇപ്പോ കാലക്കേട് നിമിത്തമോ കലാപങ്ങൾ നിമിത്തമോ ഭരണത്തിന്റെ കഴിവില്ലായ്മ മൂലമോ ദാരിദ്ര്യത്താലോ പ്രാണരക്ഷാർത്ഥം ഓടി വന്നെത്തുന്ന അഭയാർത്ഥി വർഗത്തിന്, അതുപോലെ മനുഷ്യർ, പൈക്കൾ, മറ്റ് ജന്തുക്കൾ എന്നിവയ്ക്ക് ആശ്രയം നൽകി അവയ്ക്ക് സ്വന്തം നാട്ടിൽ എന്ന വണ്ണം സുരക്ഷിതത്വവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്ന ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ തൻ്റെ രാജാവിന് നൽകേണ്ട ഓഹരി കൃത്യമായി നൽകാൻ പ്രാപ്തിയുള്ള നാടായിരിക്കണം ഒരു നല്ല നാട്. കുറൾ 733 പൊറയൊരങ്കുമേൽ വരുങ്കാൽ താങ്കി ഇറൈവർക്കു ഇറയൊരുങ്കു നേർവതു നാടു. ഓവർ. താങ്ക് യു സർ. Thank you. Kural 733, a nation's resilience and duty. Tirukural, couplet 733 states that a true country is one that can withstand the distress caused by external intrusion, invasion or calamity, and ensure its people duly pay their taxes to the king or government without fail. This couplet stresses that a nation's strength lies not just in its wealth, but in the resilience of its structure and the civic duty of its populace. Connection to the biblical story of render unto Caesar. This Tirukural concept, civic duty and bearing the burden of taxation, finds a parallel in the
by biblical account of render unto Caesar. Matthew 22, chapter 15 to 22 Quran. When religious leaders tried to entrap Jesus by asking if it was lawful to pay taxes to the occupying Roman emperor, Caesar, he asked for a Roman coin, a dinar, pointing to the image of Caesar on the coin. Jesus famously replied, "Render therefore unto Caesar the things which are Caesar's, and unto God the things that are God's." This story underscores the fundamental principle that citizens have a moral and religious obligation to honor the law of the land, including the payment of taxes even under foreign rule or intrusion. Just as Jesus acknowledged the temporal authorities' right to tribute, Quran 733 mandates the responsible payment of taxes as a non-negotiable trait of a stable, self-respecting country. Country must be bearing issues of intrusion and paying king taxes duly. Thank you, sir. അടുത്തത് 734 കുറളാണ്. ഉറുപസിയും ഓവാപ്പിണിയും ചെറുപകയും ചേരാതെ ഇയൽവത് നാട്. അടുത്ത ഈ കുറളിലും പറഞ്ഞിരിക്കുന്നത് ഒരു രാജ്യം എങ്ങനെ ആവണം എന്നുള്ളതാണ്. ഉറുപസി എന്ന് പറഞ്ഞാൽ എപ്പോഴും വിശപ്പ്, പട്ടിണി. ഒരു രാജ്യത്തിന്റെ ഏറ്റവും മോശമായ ഒരു സ്വഭാവമാണ് വിശപ്പ് എന്ന് പറയുന്നത്. പഞ്ഞം, ഇതൊക്കെയാണ് ഒരു രാജ്യത്തിന്റെ മോശം അവസ്ഥയെ ചിത്രീകരിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഈ വിശപ്പ് എന്ന് പറയുന്നതും പഞ്ഞം എന്ന് പറയുന്നതും ഒരു രാജ്യത്തിന് വരാൻ പാടില്ല. അതാണ് ഉറുപസി എന്ന് പറയുന്നത്. ഉറുപസി എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നാണ്. കൂടുതലും വിശന്ന് ഇരിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് അവിടെ. ഇത് നമുക്ക് കൂടുതലും അറിയാവുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. ഫ്രഞ്ച് റവല്യൂഷനിൽ അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിശപ്പാണ്. അവിടെ പഞ്ഞമാണ് വന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ ആ ഒരു റവല്യൂഷൻ തന്നെ ഉണ്ടാവാൻ കാരണമായത്. അതിനെക്കുറിച്ചുള്ള ബുക്സുകളും ഒക്കെ കൂടുതൽ വന്നിട്ടുണ്ട്. ടൈൽ ഓഫ് ടു സിറ്റീസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ആ രാജ്യത്തിൽ ഈ പഞ്ഞവും പട്ടിണിയും. എന്നാൽ രാജാവ് സുഖിച്ച് ജീവിച്ചിരുന്നു. അങ്ങനെ ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഉറുപസി എന്നുള്ളതിന് എടുത്തു പറയാൻ കാരണം. ഒരു പട്ടിണിയായിട്ട് കിടക്കാൻ പാടില്ല. ഓവാ പിണിയും. അടുത്ത് വരുന്നത് പിണി എന്ന് പറഞ്ഞാൽ അസുഖം. അപ്പം എപ്പോഴും ഒരു രാജ്യത്തിൽ എപ്പോഴും അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ രാജ്യം നല്ലതല്ല. കാരണം ഇപ്പൊ ഇതെല്ലാം വരികയാണെങ്കിൽ ഇപ്പൊ നമുക്ക് മഹാമാരി വന്നു. അപ്പോൾ ഇതാരാണ് ഇതിന് വേണ്ടിയ മേൽക്ക് എടുത്തത്? ഗവൺമെന്റ് ആണ്. അപ്പോൾ ഒരു രാജ്യത്തിൽ എപ്പോഴും പഞ്ഞവും പട്ടിണിയും അസുഖവും വന്നു കഴിഞ്ഞാൽ അതിനെ നീക്കം ചെയ്യാൻ തന്നെ ഒരു രാജ്യം എന്ത് ചെയ്യേണ്ടി വരും? ഒരുപാട് കാശ് ചെലവാക്കേണ്ടി വരും. അപ്പൊ ആ രാജ്യത്തിന്റെ മേന്മ അല്ലെങ്കിൽ രാജ്യം എങ്ങനെ ഒരു വളർച്ചയിലേക്ക് വരും? അതുകൊണ്ട് ഇത് രണ്ടും പാടില്ല എന്ന് പറയാം. അത് മാത്രമല്ല, ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ചെറുപകയും. ഈ മൂന്ന് കാരണം. പക എന്ന് പറഞ്ഞാൽ എനിമീസ് എന്നാണ്, അതായത് എതിരികൾ. എപ്പോഴും നമുക്ക് സംഘം ലിറ്ററേച്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൽ പുറനാനൂറ് നിങ്ങൾ കേട്ട് കാണും. പുറം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അകപ്പാടൽ എന്ന് പറഞ്ഞാൽ അത് ലവും പിന്നെ കല്യാണം, അത് സംബന്ധിച്ച ഒരു ഫാമിലി ലൈഫിനെ കുറിച്ചൊക്കെ പറയുന്നതാണ്. എന്നാൽ പുറം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. യുദ്ധം, ദാനധർമ്മങ്ങൾ ചെയ്തത്, ഒരാളുടെ ജയം, തോൽവി, ഇതെല്ലാം പറയുന്നതാണ് ഈ പുറം എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഈ പുറനാനൂറിൽ കൂടുതലും പറഞ്ഞിരിക്കുന്നത് അന്നത്തെ കാലത്ത് രാജാവിന്റെ
ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാടുപിടിപ്പാണ്. നാടുപിടിപ്പ് എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യം വിരിച്ചുകൊണ്ടേ പോകണം. അതായത് അടുത്ത അയൽവക്കത്തുള്ള സ്ഥലങ്ങളെല്ലാം വാങ്ങിച്ച് ആ രാജ്യത്തിനെ എങ്ങനെ വിരിവാക്കാം എന്ന് വെച്ചാൽ വലുതാക്കാം എന്നുള്ളത് വേണം രാജാവിന്റെ ഏറ്റവും നല്ല ചിന്ത എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു രാജ്യത്തിൽ എപ്പോഴും എന്തുണ്ടാവും? യുദ്ധം നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് പാടില്ല എന്നാണ് വള്ളൂർ പറയുന്നത്. കാരണം വള്ളൂരിന്റെ കാലം എന്ന് പറയുന്നത് സംഘം ലിറ്ററേച്ചർ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ സംഘം ലിറ്ററേച്ചർ നമ്മൾ എടുത്തുകൊണ്ടാൽ അവിടെ മുഴുവനും ഇതിനെക്കുറിച്ചാണ്. അതായത് യുദ്ധം, എങ്ങനെ യുദ്ധം ചെയ്യണം, അതിനെക്കുറിച്ചെല്ലാം ഒരു പ്രത്യേകം ഒരു ഗ്രാമർ തന്നെയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് ആ യുദ്ധത്തിന്റെ ഭീതിയും യുദ്ധം കൊണ്ടുണ്ടായ നഷ്ടങ്ങൾ, നാശനഷ്ടങ്ങൾ, ഇതെല്ലാം സംഘം ലിറ്ററേച്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ട് ആവാൻ വള്ളുവർ പറയുന്നത് ഇത് വേണ്ട. ഈ ഒരു രാജ്യമാണെങ്കിൽ ഇങ്ങനെ ഒരു നാട് പിടിക്കുന്നത് അല്ലെങ്കിൽ സോറി നാടിനെ വിരിവുപെടുത്തണം അല്ലെങ്കിൽ വലുതാക്കണം എന്നുള്ളത് കൊണ്ട് എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിൽ ഒരിക്കലും ഒരു സ്വസ്ഥത കാണത്തില്ല. അപ്പൊ അത് സ്വസ്ഥത മാത്രമല്ല, നമ്മൾ എന്താണ് ഇപ്പൊ തന്നെ നമ്മൾ ഡിഫൻസിന് എന്തുമാത്രം കാശാണ് ചെലവാക്കുന്നത്. അപ്പൊ നമുക്ക് തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് കാശ് ഈ ഡിഫൻസിന് വേണ്ടി മാത്രം നമ്മൾ ചെലവിടേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് അന്നേ വള്ളൂർ പറഞ്ഞിരിക്കുന്നത് ചെറുപകയും എപ്പോഴും ഈ അടുത്തുള്ള രാജ്യമായ വഴക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേണ്ട. അതിരിക്കുകയാണെങ്കിൽ ആ 70 നാട് ഇത് ഇല്ലാതെ ചേരാതെ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ് നല്ല നാട്, നല്ല രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ 3 കാര്യങ്ങളാണ് ഒരു രാജ്യത്തിന് വേണ്ടാത്തത്. ഒന്ന് വിശപ്പ്, പട്ടിണി, പഞ്ഞം പോലുള്ളത്. അത് കഴിഞ്ഞിട്ട് അസുഖങ്ങൾ, എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഏത് സമയത്തും ഒരു അസുഖം നിലനിന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ നാടും നന്നാവില്ല. പിന്നെ എപ്പോഴും പക. യുദ്ധം വേണ്ട എന്നല്ല, വേണം. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിനെ നമ്മൾ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാം. പക്ഷെ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഏത് സമയവും യുദ്ധം എന്ന് പറയുകയാണെങ്കിൽ ആ രാജ്യം ഒരിക്കലും നന്നാവില്ല. അതുകൊണ്ടാണ് ചെറുപക എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം പാടില്ല. ഇതില്ലാത്ത ഒരു രാജ്യമാണ് നല്ല രാജ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുറൾ 234. ഉറുപശിയും ഓവാപ്പിണിയും ചെറുവകയും ചേരാത്തീൽ വധു നാടു. തീരാത്തഷുത്തതും രോഗവും ശത്രുവും ഇല്ലാത്ത നാട് താൻ സൗഖ്യതം രാഷ്ട്രമാം. എന്ന് വെച്ചാല് ഒഴിയാത്ത ദൗർലഭ്യവും വൻ രോഗങ്ങളും വിരോധം എന്ന് വെച്ചാൽ ശത്രുതയും ഒന്നുമില്ലാത്ത നാടാണ് ഉത്തമം. ദേശത്തിന്റെ മാഹാത്മ്യം എന്നത് ചില അടിസ്ഥാന ഘടകങ്ങളെ ആശ്രയിച്ചുള്ളതാണ്. ക്ഷാമമില്ലാത്ത സുഭിക്ഷ ജീവിതം, പ്രജകൾക്ക് മാറാ രോഗങ്ങൾ ഇല്ലാത്ത അവസ്ഥ, ആരോഗ്യം, അരോഗദൃഢഗാത്രമായ അവസ്ഥ, മറ്റു രാജ്യങ്ങൾ, അന്യരാജ്യങ്ങളുമായുള്ള സൗഹൃദം എന്ന് വെച്ചാൽ അയൽ രാജ്യങ്ങളുമായിട്ട് ശത്രുതയില്ലാതെയുള്ള ഒരു ബന്ധം നിലനിർത്തുക. ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകും. ശാന്തിയും സമാധാനവും രാജ്യത്ത് കളിയാടുക. ശത്രുക്കളാൽ നാശം നേരിടാതെ ഇരിക്കണം. ന്യായവും നീതിയും നിലനിർത്തി സത്യസന്ധതയോടെ വർത്തിച്ചാൽ ശത്രുക്കൾ ഉണ്ടായാലും നാടിൻ നാശമുണ്ടാവുകയില്ല. ഈ കുറളിലും ഒരു രാജ്യം എങ്ങനെ ആവണം, ഒരു നാടിന്റെ ആവശ്യം എന്നൊക്കെയാണ് പറയുന്നത്. പട്ടിണി, 3 കാര്യങ്ങളാണ് പാടില്ലാത്തത്: വിശപ്പ്, അസുഖങ്ങൾ, പക. രാജാവ് സുഖലോലുപനായി ജീവിക്കും, പ്രജകളാണെങ്കിലോ പട്ടിണിയായി. അങ്ങനെ ഉണ്ടായാൽ രാജ്യത്ത് പ്രകൃതിക്ഷോഭം വരെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും. രാജ്യത്ത് നാശമുണ്ടാവുകയേ ഉള്ളൂ. അത് ഭൂഷണമല്ല ഒരിക്കലും. പ്രജകൾ പട്ടിണി ആയി കിടക്കാൻ പാടില്ല. രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് തന്നെ അത് വിഘാതം ഉണ്ടാക്കും. പക ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? രാജാവിന് തന്റെ സാമ്രാജ്യം വലുതാക്കണം, വെട്ടിപ്പിടിക്കുക, അയൽ രാജ്യങ്ങളെ കൂടെ വെട്ടിപ്പിടിച്ച് വലുതാക്കുക എന്നുള്ള ഒരു അതിമോഹം ഉണ്ടാകുമ്പോൾ യുദ്ധമുണ്ടാകാനും പകയുണ്ടാകാനും ഉള്ള സാധ്യത കൂടുന്നു. അതാണ് അങ്ങനെ യുദ്ധം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ആർത്തി പാടില്ല എന്ന് പറയുന്നത്. തൻ്റെ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ അത് അമിതമായാൽ അമൃതം വിഷം.
എന്ന് പറഞ്ഞതുപോലെ അമിതമായി അങ്ങനെ കാണുന്ന എല്ലാ അയൽപക്ക രാജ്യങ്ങളെയും പിടിച്ചടക്കുക എന്ന് ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അയൽ രാജ്യങ്ങളുമായി ശത്രുതയിലുണ്ടാകുന്നത്. അപ്പൊ സൗഹൃദമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുകയാണ് നല്ലത് എന്നാണ് പറയുന്നത്. യുദ്ധമൊന്നും ഇല്ലാതെ വരുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ സന്തോഷവും സംതൃപ്തിയും പകയില്ലാത്ത സൗഹൃദമായും ഉള്ള ഒരു രാജ്യം കെട്ടിപ്പടുക്കുകയാണ് രാജാവിന്റെ ധർമ്മം. അങ്ങനെയാണെങ്കിൽ ആ രാജ്യം പുരോഗതിയിൽ എത്തും. ഉറുപചിയും ഓവാപ്പിണിയും ചെറുപകയും ചേരാത് ഇയൽവത് നാട്. താങ്ക് യു സാർ. സാർ, എനിക്കൊരു കല്യാണമുണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോ ചിലപ്പോ പോവും. ഇപ്പൊ തൊട്ടടുത്ത വീടാണ്. കുറച്ച് സമയം കൂടി. കുറൽ 734. ഉറു പശിയും ഓവ പിണിയും ചെറു പകയും ചേരാ തീയൽവതു നാടു. Land should be one not afflicted by severe poverty, maladies, and attacks by enemies. That's a land whose peaceful Ana is no, nor famine fears, nor wasting plague or ravage of the fair. A kingdom is that which continues to be free from excessive starvation, irremediable epidemics, and destructive force. ഉറു പശിയും ഓവ പിണിയും ചെറു പകയും ചേരാ തീയൽവതു നാടു. താങ്ക് യു. ഓവർ. അടുത്തത് 735 കുറളാണ്. പൽക്കുഴുവും പാഴ്ചയും ഉட்പകയും വേന്ത് അലയ്ക്കും കൊൽകുറുമ്പും ഇല്ലത് നാട്. അടുത്തത് പിന്നെ വീണ്ടും അടുത്ത ഒരു 3 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് ഇല്ലെങ്കിലാണ് ഈ നാട് അല്ലെങ്കിൽ ഈ രാജ്യം നന്നാവുന്നത്. അത് പൽക്കുഴുവും, കുഴു എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റി എന്നാണ്, അല്ലെങ്കിൽ ഒരു യോഗം കൂടുന്നത് വേണ്ടി കുറച്ചു പേര് കൂടില്ലേ, അതുപോലെ പല രീതിയിലുള്ള ഒരു ഗ്രൂപ്പിസം. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ വരാം. ഒന്നെങ്കിൽ ജാതിയുടെ ബേസിൽ വരാം, അല്ലെങ്കിൽ ഈ മതത്തിന്റെ ബേസിൽ. ഇത് രണ്ടും പാടില്ല. അതായത് ജാതിയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പേര് പറഞ്ഞ് മതത്തിന്റെ പേരിലോ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യത്തിന്റെ അകത്ത് അങ്ങനെ കുറച്ചു പേര് ഒരു ഭാഗം ചേർന്ന് പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നല്ലതല്ല. ഒരു കൂട്ടായ്മ പോലെ അവര് ജാതിയുടെ പേരിലൊരു കൂട്ടായ്മ, അടുത്തതൊരു മതത്തിന്റെ പേരിലൊരു കൂട്ടായ്മ, പിന്നെ വേറെ ഏതെങ്കിലും പേരിലൊരു കൂട്ടായ്മ, ഇങ്ങനെ വിഭജിച്ച് 3-4 പിരിവായിട്ടിരിക്കുകയാണെങ്കിൽ അത് നല്ലതല്ല. ഇനി പാഴ്ചയും ഉட்പകയും ഇതെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് തന്നെ കൂടെ നിന്നുകൊണ്ട് തന്നെ പല സമയങ്ങളിൽ നമുക്ക് രാജാവിന്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ രാജാവിനെ ചതിക്കുന്ന ആൾക്കാർ കാണും. അതുപോലെ രാജ്യത്തിന്റെ അകത്തിരുന്നിട്ട് ഭരണകർത്താവിന് എതിരെ പ്രവർത്തിക്കുന്നവർ. ഇപ്പൊ നമുക്ക് പറയാം, നമ്മുടെ ടെററിസം ഇതൊക്കെ പറയാം. കാരണം ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിനെ ചതിക്കണം, രാജ്യത്തിനെ ഇല്ലാതാക്കണം എന്ന ഒരു പ്രവൃത്തിയാണ് ഇന്ന് കാണിക്കുന്നത്. അന്നാണെങ്കിൽ ഞാൻ ഓൾറെഡി ഇതിന് മുന്നേയുള്ള ഇതിൽ പറഞ്ഞിട്ടുണ്ട്, മനോന്മണീയത്തിൽ വരുന്ന ആ കുടിലൻ എന്ന് പറഞ്ഞ കഥാപാത്രം രാജാവിന്റെ കൂടെ നിന്നുകൊണ്ട്, ജീവകൻ എന്ന് പറഞ്ഞ രാജാവിന്റെ കൂടെ രാജാവിനെ നയിക്കുന്നത് അയാളായിരുന്നു. കുടിലൻ എന്താണോ പറയുന്നത് അതിനെ അപ്പാടെ വിശ്വസിച്ചിരുന്നു. അതൊക്കെ ശരിയാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു ജീവകൻ. എന്നാൽ അവസാനം ജീവകൻ പറഞ്ഞതിന് എതിരായി തൻ്റെ മകനെ തന്നെ പറഞ്ഞു വിടുകയും അതുകൊണ്ട് ആ ദൂതനായി പോയത്
സ്വന്തം മകനാണ്, കുടിലന്റെ മകനാണ്. പോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞത് നേരെ മറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവിടെ ഒരു യുദ്ധം ഉണ്ടായത്. അപ്പം ഇവിടെ ചതി നടത്തിയത് ആരാണ്? കുടിലനാണ്. അപ്പൊ അതുകൊണ്ട് കൂടെ നിൽക്കുന്നവര്, അവര് അങ്ങനെ കൂടെ നിന്ന് ചതിക്കുന്നവരും ഇല്ലാതിരിക്കണം. എന്നാൽ മാത്രമേ ആ രാജ്യം നന്നാവൂ. അതാ പാഴ്ചയും ഉட்பகை എന്ന് പറയുന്നത്. പാഴ്ച എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന ഉட்பகை. ഉட்பகை എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ അകത്തുള്ള ശത്രുക്കളാണ്. വേന്ത് അലയ്ക്കും കൊൽക്കുറുമ്പും ഇല്ലത് നാട്. വേന്ത് എന്ന് പറഞ്ഞാൽ രാജാവ്, അലയ്ക്കും കൊൽക്കുറുമ്പ് രാജാവിനെ കൊല്ലുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി ഇത് ഇവിടെയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ മനോന്മണീയത്തിൽ വരുന്ന കുടിലനാണ്. കാരണം ഈ മനോന്മണീയത്തിൽ വരുന്ന ഈ കുടിലൻ എന്ന കഥാപാത്രം ചെയ്യുന്നത് രാജാവിനെ യുദ്ധക്കളത്തില് രാജാവിനോട് ചേർന്ന് നിൽക്കുന്ന, അവര് പണ്ടത്തെ കാലത്താണെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യുന്നതിന് മുന്നേ തന്നെ രാജാവ് വന്ന് ഭടന്മാരോട് സംസാരിക്കും. അതുപോലെ ഓരോ സേനാധിപതി അതിന്റെ കൂടെ തന്നെ ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് നിൽക്കണം എന്നുള്ളതിനൊക്കെ തീരുമാനിക്കും. അത് പറയുമ്പോൾ രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ കുടിലന്റെ അരികിൽ ആരും രാജാവിനെ സംരക്ഷിക്കുന്ന ജീവകന്റെ ജീവൻ സംരക്ഷിക്കാനും രാജാവിന് ഉതകുന്ന രീതിയിലുള്ള ആൾക്കാരെ അടുത്ത് നിർത്താതെ കുടിലൻ മാറ്റി നിർത്തിച്ചു. അപ്പൊ അതും രാജാവിനെ അവിടെ ആ യുദ്ധക്കളത്തില് തനിച്ചാക്കി പെട്ടെന്ന് തന്നെ ആരും എത്തിപ്പെടാത്ത രീതിയിൽ എല്ലാവരെയും മാറ്റി നിർത്തുകയും ചെയ്തു. ഇത് കുടിലന്റെ ചതിയാണ്. അപ്പൊ അത് രാജാവിനെ കൊല്ലുന്ന, അതാണ് വേന്ത് അലയ്ക്കും കൊൽക്കുറുമ്പും. രാജാവിനെ കൊല്ലുന്ന അല്ലെങ്കിൽ രാജാവിനെ ചതിക്കുന്ന രീതിയിലുള്ളവരും ഇല്ലാത്ത നാടാണ്, രാജ്യമാണ് നല്ലത്. അങ്ങനെയുള്ള പ്രവർത്തികൾ ഒന്നും തന്നെ രാജ്യത്തിൽ ഇല്ലാതിരിക്കണം. ഈ മൂന്നുമില്ലെങ്കിൽ ആ രാജ്യം നല്ലതാവും. ആ മൂന്നാണ്: ഒന്ന്, ചേരി തിരിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിസമായി തിരിഞ്ഞാണ്, ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ദൈവത്തിന്റെ പേരിലോ എന്തോ ആവാം, ഏതെങ്കിലും തരത്തിൽ ഒരു കൂട്ടായ്മ പോലെ ഇരുന്നുകൊണ്ട് ചതിക്കുന്നത്, അത് പാടില്ല. പിന്നെ രാജ്യത്തിന്റെ അകത്ത് തന്നെ ഇരുന്ന് രാജാവിനെ ചതിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ശത്രുക്കളും പാടില്ല. പിന്നെ വേന്തലയ്ക്കും, രാജാവിനെ കൊല്ലുന്ന തരത്തിലുള്ള, രാജാവിനെ എതിരെ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ പാടില്ല. ഇത് മൂന്നുമില്ലെങ്കിൽ ആ രാജ്യം നന്നാവും. അതാണ് വേണ്ടത് എന്നാണ് വള്ളുവർ പറയുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. തിരുക്കുറൾ ഭാഗം 2, കുറൾ 735. പൽപുഴുവും പാഴ്ചയും ഉட்பகைയും വേന്തലയ്ക്കും കൊൽക്കുറുമ്പും ഇല്ലതു നാടു. പല കക്ഷി ഉൾപ്പകകൾ രാജ അസ്വാസ്ഥ്യം പോക്കും കൊലയാളതുമില്ലാത്തത് നാട്. പല കക്ഷി ഉൾപ്പകകൾ രാജ അസ്വാസ്ഥ്യം പോക്കും കൊലയാളതുമില്ലാത്തത് നാട്. ഇവിടെ ഒരു നല്ല നാടിന് വേണ്ട ചില ഗുണങ്ങൾ പറഞ്ഞു വരുന്നതിനോടൊപ്പം തന്നെ ഇവിടെ പറയുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്ന പല കക്ഷികളും ഒപ്പം ഇരുന്നുകൊണ്ട് തന്നെ നശിപ്പിക്കാൻ നോക്കുന്ന ഉൾപ്പോരും രാജാവിനെ അലട്ടുന്ന കൊലപാതകങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള സംഭവങ്ങളും ഒന്നും ഇല്ലാത്തതായിരിക്കണം ഒരു നല്ല നാട്, അതായത് ഒരു നല്ല രാജ്യം. സങ്കുചിതമായ ഓരോ സ്വാർത്ഥ താല്പര്യത്തിന്റെ പേരിൽ വിഘടിച്ചു നിൽക്കുന്ന പല പല ചേരികൾ, പല സംഘങ്ങൾ, കക്ഷികൾ, അന്തസാരശൂന്യമായ ആഭ്യന്തര കലാപങ്ങൾ, ഛിദ്രവാസനകൾ, ഉൾപ്പക, പിടിച്ചുപറിക്കൽ, എന്തിന്റെയും വഴി മാറ്റി മറിക്കുന്നവർ, കൊലയാളികൾ, കലാപകാരികൾ എന്നിവരിൽ നിന്നുള്ള പ്രാണഭയം അത് ഒരു വശം. കരടി, പുലി, ഒറ്റയാൻ തുടങ്ങിയ വന്യമൃഗങ്ങളിൽ നിന്നുണ്ടാകുന്നതും അരജന്റെ സ്വൈരം കെടുത്തതുമായ അപകടങ്ങൾ മറ്റൊരു വശം. ഇത് രണ്ടും ഇല്ലാത്ത ശാന്തസുന്ദരമായ നാടാണ് നല്ല നാട് എന്ന് പറയുന്നു. അതായത് നമുക്കറിയാം, അത് മനുഷ്യരാലുള്ളതും മറ്റുള്ളത് മൃഗങ്ങളാലുള്ളതും, രണ്ടിൽ നിന്നും രാജാവിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത ഒരു
രാജ്യമാണ് നല്ല രാജ്യമെന്നാണ് ഇവിടെ തിരുവള്ളുവർ പറയുന്നത്. നമ്മള് ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഓരോ രാജ്യത്തെ എടുക്കുകയാണെങ്കിൽ ഭൂമി ആ രാജ്യത്തിന്റെ പ്രകൃതിയെ അവിടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഭരിക്കുന്നവർക്ക് അനുയോജ്യമായ രീതിയിൽ ആണ് അതിന്റെ കാലാവസ്ഥയും അതുപോലെ പ്രകൃതി വിഭവങ്ങളും തീർച്ചയായും നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് അതാത് സ്ഥലങ്ങളിലുള്ളവരുടെ ജീവിത രീതി അനുസരിച്ചാണ് ഭൂമി ഓരോന്നും കരുതിയിട്ടുള്ളത്. എന്നാൽ അതിൽ അനാവശ്യ കൈകടത്തലുകൾ നടത്തി അതിന്റെ സ്വാഭാവികതയെ നശിപ്പിക്കുകയാണ് നാം ഇന്ന് കണ്ടുവരുന്നത്. ഇവിടെ തിരുവള്ളുവർ രാജ്യം എങ്ങനെയുള്ളതാകണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഘടനയും സ്വഭാവവും എന്ന് പറയുന്നത് ഒരു വശം. അതായത് അതിൽ നിന്ന് കിട്ടാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു രാജാവിന് എന്തൊക്കെ കാര്യങ്ങളാണ് അനുകൂലമായ ഒരു നാട്ടിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്നത് ഒരു വശവും അത് ഉൾക്കൊള്ളുന്നവരുടെ ഉത്തരവാദിത്വമാണ് മറുവശവുമായി പറയാതെ പറയുന്നത്. ഇങ്ങനെ ഖുറൽ 735 പല കക്ഷിയുൾപ്പകകൾ രാജ അസ്വാസ്ഥ്യം പോക്കും കൊലയാളതും ഇല്ലാത്തത് നാട് എന്നതുകൊണ്ട് ഈ ഖുറലിലൂടെ തിരുവള്ളുവർ പറയുന്നത് രാജ്യത്തിന് മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകുന്ന രാജാവിന്റെ ഭരണത്തിന് വിരുദ്ധമായി ഉണ്ടാകുന്ന കാര്യങ്ങളെ തടഞ്ഞു നിർത്തുന്നതായിരിക്കണം ഒരു രാജ്യം എന്നാണ് തിരുവള്ളുവറിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഓവർ. ഖുറൽ 735 പൽക്കുഴുവും പാഴ്ചയും ഉട്കൈയും വേന്തലൈക്കും കൊൽക്കുറുമ്പും ഇല്ലതു നാട്. Country should not have problems of groupism, destructive personal grudge, and murder, terrorism, which are treason. From factions free and desolating civil strife and band of lurking murders, that king afflict, that is the land. A kingdom is that which is without various or irregular associations, destructive internal enemies and murderers, savages who sometimes harass the sovereign. ഖുറൽ 735 പൽക്കുഴുവും പാഴ്ചയും ഉട്പകൈയും വേന്തലൈക്കും കൊൽക്കുറുമ്പും ഇല്ലതു നാടു. താങ്ക് യു. ഓവർ. 736 ഖുറലാണ്. കേട് അറിയ കെട്ടയിടത്തും വളം കുன்ற നാട് என்ப നാട്ടിൻ തലൈ. അതായത് കേട് അറിയ എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യത്തിന്റെ പക കൊണ്ട് ഈ നാട്ടിലേക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ശത്രുക്കളാൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ ശത്രുക്കളുടെ ശല്യമോ ശത്രുക്കളുടെ ഒരു ഭീഷണിയോ ഇല്ലാത്ത നാട്. അങ്ങനെ ഇതൊന്നും അറിയാത്ത ഒരു രാജ്യമാണെങ്കിൽ അത് ഇനി അഥവാ അങ്ങനെ ഒരു ഭീഷണി വന്നു അതുകൊണ്ട് ചില നാശനഷ്ടങ്ങൾ വന്നാലും കെട്ടയിടത്തും, അതായത് കേട് അറിയാം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇനി സപ്പോസ് അങ്ങനെ ഉണ്ടായാൽ പോലും കെട്ടയിടത്തും വളം കുன்ற അവാറ്, അതായത് അതുപോലെ അവരുടെ ശത്രുക്കളിൽ നിന്ന് നമുക്ക് ഭീഷണി വന്നു, അവരിൽ നിന്ന് നമുക്ക് നാശനഷ്ടങ്ങൾ വന്നു, കുറെ സ്ഥലങ്ങളൊക്കെ അവര് എന്തോ ബോംബിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ. നമ്മുടെ തമിഴിലെ കൾച്ചർ വള്ളുവർ പറയുന്ന കാലത്താണെങ്കിൽ ഒരു യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്ക് ഒരു 7 കണ്ടീഷൻസ് ഉണ്ട്. ആ രീതിയിൽ മാത്രമേ യുദ്ധം ചെയ്യാവൂ. ആദ്യം ചെയ്യുന്നത് എന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാനൊരു രാജാവാണ്, അപ്പൊ എനിക്ക് അയൽവക്കത്തിലെ രാജാവിനോട് എനിക്ക് എപ്പോഴും അതും കൂടി എനിക്ക് പിടിച്ചടക്കണമെന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് അവിടുത്തെ പശുക്കളെ കവർന്നു കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവച്ചു കഴിഞ്ഞു. അപ്പൊ ആ രാജാവിന് മനസ്സിലായി
എനിക്ക് ആ രാജാവിനോട് യുദ്ധം ചെയ്യണമെന്ന്. അപ്പൊ ആ രാജാവ് എന്ത് ചെയ്യും? എന്നിൽ നിന്നും ഒന്നെങ്കിൽ എൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാനുള്ള ശേഷി ഉണ്ടെങ്കിൽ ഞാനുമായി യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്ത് ഈ പശുക്കളെ തിരിച്ചു കൊണ്ടുപോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ തിരിച്ചു കൊണ്ടുപോകാത്ത രീതിയിൽ ഞാൻ പിടിച്ചു വയ്ക്കും. ഇതുപോലെ പശുക്കളെ, അത് ആനിരെ കവർതൽ, മീട്ടൽ, എയിൽ കാത്തൽ, എയിൽ അഴിത്തൽ, ഇങ്ങനെ ഒരു 7 കണ്ടീഷൻ ഉണ്ട്. എയിൽ കാത്തൽ എന്ന് പറഞ്ഞാൽ ഈ കോട്ട മതിലിനെ സംരക്ഷിക്കുക. എന്നിട്ട് കോട്ട മതിലിനെ സംരക്ഷിക്കാൻ ആരാണോ പിടിച്ചുകൊണ്ട് വന്നത് അവര് സംരക്ഷിക്കും, മറ്റുള്ളവർ അതിനെ തകർത്തിട്ട് അകത്ത് കിടക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ഒരു 7 കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഇതില് ഏത് നടന്നാലും ഈ ശത്രുക്കൾ വന്ന് നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ ഈ നാട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വന്നാൽ പോലും കെട്ടയിടത്തും എന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും നശീകരണം ഉണ്ടായാലും വളം കുன்ற നാട് என்ப, അവിടത്തെ ഈ ആ രാജ്യത്തിന്റെ എല്ലാ വിധത്തിലുള്ള എന്താണ് വളങ്ങളും എന്ന് വെച്ചാല് അതായത് ഈ പ്രകൃതി നശിക്കാതിരിക്കുക, കെട്ടിടങ്ങൾ നശിക്കാതിരിക്കുക, പിന്നെ കാർഷിക വിഭവങ്ങൾ നശിക്കാതിരിക്കുക, ഇങ്ങനെ എല്ലാ രീതിയിലും, പിന്നെ ജനങ്ങളുടെ ജീവൻ നശിക്കാതിരിക്കുക, ഇങ്ങനെ എല്ലാ നാശനഷ്ടങ്ങളെയും ചേർത്തിട്ടാണ് വളം എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും നടന്നാൽ പോലും നമുക്ക് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാവരുത്. അതാണ് നല്ല ഒരു രാജ്യം എന്ന് പറയുന്നത്. നാട് என்ப നാട്ടിൻ തല. അങ്ങനെയുള്ള രാജ്യത്തിനെയാണ് എല്ലാ രാജ്യങ്ങളിലും നന്നായ, അതായത് ഫസ്റ്റ് നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഒരു രാജ്യമാണെങ്കിൽ ഇത് ഇത്രയും വേണം. ഇത് ഇങ്ങനെ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമ്മുടെ നാശനഷ്ടങ്ങളൊന്നും തന്നെ, അവര് നമുക്ക് തന്ന നാശനഷ്ടങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യം ഒന്നിലും പുറകിലോട്ടില്ല. നമ്മൾ മുകളിലോട്ട്, അതിനെ കടന്ന് മുകളിലോട്ട് വരും. അങ്ങനെ വളർന്നു നിന്നിക്കുന്ന നാടാണ് നല്ല രാജ്യം എന്നാണ് പറയുന്നത്. ഇതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. തിരുക്കുറൾ ഭാഗം 2, അധികാരം 74, കുറൾ 736. കേടറിയ കെട്ടവിടത്തും വളങ്കുഞ്ച നാടൻപ നാട്ടിൻ തലൈ. കേടറിയാത്ത കേടേറ്റാലും ഐശ്വര്യം കോടാത്ത നാടത്രേ ശ്രേഷ്ഠം. കേടറിയാത്ത കേടേറ്റാലും ഐശ്വര്യം കോടാത്ത നാടത്രേ ശ്രേഷ്ഠം. ഇവിടെ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ഐശ്വര്യം നഷ്ടപ്പെടുത്താത്ത രാജ്യം ആ നാടാണ്, അല്ലെങ്കിൽ ആ രാജ്യമാണ് മറ്റെല്ലാ രാജ്യങ്ങളിലും വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളതെന്നാണ് പറയുന്നത്. ശത്രുക്കൾ നിമിത്തമുള്ള കേടോ അല്ലെങ്കിൽ സ്വന്തമായ കാരണങ്ങളാലോ കേട് സംഭവിച്ചു പോയാൽ തന്നെ അപ്പോഴും സമൃദ്ധി കുറയാത്ത നാടിനെയാണ് മറ്റെല്ലാ നാടുകളിലും വെച്ച് ശ്രേഷ്ഠം എന്ന് ജ്ഞാനികൾ വിശേഷിപ്പിക്കുന്നത്. ക്ഷയിക്കാത്ത ഒരു കേടും ഉണ്ടാകാത്ത, അഥവാ എന്തെങ്കിലും ഒരു കേട് ഉണ്ടായാൽ തന്നെ സമൃദ്ധിക്ക് കോട്ടം തട്ടാത്ത നാടാണ് നാടുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയപ്പെടുന്നു. കേടുണ്ടാകാത്ത നാടെന്ന് പറയുമ്പോൾ അതുണ്ടാകാതെ സമർത്ഥമായി പരിപാലിക്കുന്ന പ്രജാക്ഷേമ തൽപരനായ ഒരു രാജാവിന്റെ സാന്നിധ്യം അറിയണം. കൃഷിപ്പാടങ്ങളിലും ഖനികളിലുമൊക്കെ ഐശ്വര്യത്തിന് കുറവുണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ നേരത്തെ ശേഖരിച്ചു വെച്ച ധനധാന്യങ്ങളുടെയും രത്നങ്ങളുടെയും എല്ലാ സമൃദ്ധി അപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഇവ ലഭിക്കാതെ വന്നാൽ പോലും ആ ഒരു കോട്ടവും രാജ്യത്തിന് വരാതെ, രാജാവിന് വരാതെ സംരക്ഷിക്കുന്ന വിഭവ സമൃദ്ധിയുള്ള ഒരു നാടാണ് യഥാർത്ഥമായ ശ്രേഷ്ഠമായ നാടെന്നിവിടെ തിരുവള്ളുവർ പറയുന്നു. കേടറിയ കെട്ടവിടത്തും വളങ്കുഞ്ച നാടെൻപ നാട്ടിൻ തലൈ. കേടറിയാത്ത കേടേറ്റാലും ഐശ്വര്യം കോടാത്ത നാടത്രേ ശ്രേഷ്ഠം. ഓവർ സർ. Country is said to be the best among lands, if not damaged by enemies or even destroyed well is intact. 737.
മോഹൻദാസ് സാർ പറഞ്ഞോളൂ. സാറേ മ്യൂട്ടാണെന്ന് തോന്നുന്നു. മാം തിരക്കിലെന്തായിരിക്കും. ഇപ്പോൾ മോഹൻദാസ് സാർ പറഞ്ഞോളൂ. സാബു സാറിന്റെ സൗണ്ട് കേൾക്കുന്നില്ല സാർ. ഞാൻ പറയുക. മാം എനിക്ക് തോന്നുന്നു മ്യൂട്ട് എന്തെങ്കിലും ചെയ്യുമായിരിക്കും. മോഹൻദാസ് സാർ വേണമെങ്കിൽ പറഞ്ഞോളൂ. സാറുണ്ടോ? ഖുറാൻ 737 ഇരുപൂണലും ഇരുപുനലും വായനത വരുപുനലും വല്ലരണവും മണപ്പെടുത്തു കൊടുക്കും. സൗണ്ട് കേൾക്കാവോ? മോഹൻദാസ് സാറിന് സൗണ്ട് കുറവാണെന്ന് തോന്നുന്നു അല്ലേ? സാറിന്റെ വീഡിയോ ഓഫാക്കിയാൽ ചിലപ്പോൾ കുറച്ചുകൂടെ കിട്ടുമായിരുന്നു. ഇരുപുനലും വായ്ത്തനമലയും. സാറേ ഞാൻ വായിക്കണോ? നോക്കട്ടെ. ഇരുപുനലും വാய்ந்த മലയും വരുപുനലും വല്ലരനും നാട്ടിற்கு ഉറുപ്പ്. കേൾക്കുന്നുണ്ടോ? ഓക്കെ സർ. അതോ സൗണ്ട് കുറവാണോ? കേൾക്കാം. അതായത് നേരത്തെ എന്തൊക്കെയാണ് ഒരു രാജ്യത്തിന് പാടില്ല എന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെ ഉള്ളത് ആണ് നല്ല നാട് അല്ലെങ്കിൽ നല്ല രാജ്യം എന്നുള്ള പോവുകയാണ്. പ്രകൃതി സമൃദ്ധമായ കാര്യങ്ങൾ കൊണ്ട് പിന്നെ ഉള്ള രാജ്യം സമ്പന്നമാണ് എന്നുള്ളതിനാണ് അടുത്തിലേക്ക് വള്ളൂർ പറയുന്നത്. അതായത് ഇരുപുനൽ എന്ന് പറഞ്ഞ സാധാരണ ഒഴുകുന്ന ആറെന്നാണ്. ഊറ്റും മഴയും ആകിയ ഇരുവകை നീർവളവും. അതായത് ജലം, ആദ്യം വേണ്ടത് ജലം. അത് 2 തരത്തിലാണ് ആ ജലം കിട്ടുന്നത്. ഒന്ന് ഭൂമിയിൽ നിന്നുള്ള ഊറ്റ്, സ്വയമേ അത് ഊറ്റ് വരുന്നത് എന്നുള്ളത്, കിണറും മറ്റും നമ്മൾ പറയുന്നത് പോലെ ഉള്ളത്. പിന്നെയുള്ളത് മഴ, ആകാശത്ത് നിന്ന് പൊഴിയുന്ന മഴ. ഈ രണ്ടും ഉള്ളതാണ്. അതാണ് ഇരുപുനലും, 2 വഴിക്കും ഒഴുകി എത്തുന്ന വെള്ളം, ജലം. ഊറ്റും മഴയുമായി ഇരുവകை നീർവളവും. അങ്ങനെ ജലസമൃദ്ധി ഉണ്ടാകണം. മണ്ണിലും ഉണ്ടാകണം, ആകാശത്തിൽ നിന്നും പൊഴിയണം. 2 തക്കവാറ് അമൈന്ത മല. ഇങ്ങനെ മഴ ലഭിക്കണമെങ്കിൽ മല വേണം. നല്ല പൊക്കവും ഉയരം അല്ലെങ്കിൽ നീണ്ടു വരുന്ന, നമുക്ക് പറയാം അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത്, ഹിമാലയത്തിൽ മഴ വളരെ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പുറത്തുള്ള ആ മഴ കാറ്റിന് അല്ലെങ്കിൽ മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യുന്നുണ്ടാണ്. അപ്പൊ അങ്ങനത്തെ ഇതും വേണം. അപ്പൊ ഊറ്റും മഴയുമായി ഇരുവകை നീർവളവും തക്കവാറ് അമൈന്ത മലയും. അതിനെ മഴ മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിപ്പിക്കാനുള്ള മലയും വേണം. പിന്നെ ആ മലയിൽ നിന്നും എന്തായി വരേണ്ടത്? 6 ഒഴുകിയെത്തണം. അങ്ങനെ ജലസമൃദ്ധിയും. പിന്നെ ഒരു കോട്ട പോലെയാണ് ഈ മലകൾ നമുക്ക് ഇവിടെ ഉള്ളത്. പശ്ചിമഘട്ടമായാലും പിന്നെ ഹിമാലയ നിരകളായാലും ഒരു കോട്ടയെ പോലെയാണ് ഈ രാജ്യത്തിൽ നിൽക്കുന്നത്. അങ്ങനെ ഉള്ള കാര്യങ്ങളാണ്. അതായത് പിന്നെ ആറും മലയും ഇവയ്ക്ക് ഈ രാജ്യത്തിന്റെ എന്താ പറയുക, ഓർഗൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവയവങ്ങൾ എന്നാണ് വള്ളൂർ പറയുന്നത്. ആ അവയവങ്ങൾ ഉണ്ടായിരിക്കണം. ഉള്ള രാജ്യമായിരിക്കും ഏറ്റവും വലിയ സമ്പന്നമായ രാജ്യം. ഇരുപുനലും വാഴ്ந்த മലയും വരുപുനലും വല്ലരനും നാട്ടിற்கு ഉറുപ്പ്. രാജ്യത്തിന്റെ അംഗങ്ങൾ, അംഗം എന്ന് പറയുന്നത് പിന്നെ അവയവങ്ങൾ എന്ന് നമുക്ക് കണക്കാക്കാം. ഓവർ. താങ്ക് യു സർ. അധികാരം 74, കുറൾ 737. ഇരുപുനലും വാய்ந்த മലയും വരുപുനലും വല്ലരനും
നാട്ടിർക്കു ഉറുപ്പു. മഴവെള്ളം, മുറ്റുനീർ, മലനദികൾ, അഴിവറ്റ നഗരികളും നാട്ടിനംഗം. നാട്ടിനംഗം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നാടിന്റെ അവയവങ്ങളാണ് ജലസമ്പത്തും മലനിരകളും അതുപോലെ തന്നെ കുറവില്ലാത്ത കോട്ട നഗരികളും. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് ആ രാജ്യത്തിന് സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ ഒരു നല്ല നാട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. മഴ പെയ്ത് മുകളിൽ നിന്ന് വരുന്ന വെള്ളം, ഉറവകളിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഒഴുകുന്ന ജലം, രണ്ട് വിധത്തിലുള്ള ജലസമൃദ്ധിയും അതുപോലെ തന്നെ നിബിഡമായ മലനിരകളും അതിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒട്ടനേകം നദികളും അളവില്ലാത്ത നഗരികളും ഒരു നാടിന്റെ അവയവങ്ങളാകുന്നു. മഴ പെയ്തുണ്ടാകുന്നതും ഭൂമിയിലെ ഉറവകളിൽ നിന്ന് പ്രവഹിക്കുന്നതുമായി ഇരുവകയിൽ സമൃദ്ധി ഉണ്ടാക്കുന്ന ജലസമ്പത്തും സമുന്നതവും നിബിഡവുമായ ശൈലനിരകളും അതിൽ നിന്ന് നാനാവിധമായി താഴോട്ടൊഴുകുന്ന നദികളും കോട്ടകളാൽ സുരക്ഷിതമായ വലിയ നഗരങ്ങളും ഒരു നാടിന്റെ അവയവങ്ങളാണ്. അതായത് ആ നാടിന്റെ ഭംഗി എന്ന് പറയുന്നത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ നിൽക്കുന്നു. നീരാവിയായി മുകളിലേക്ക് പോകുന്ന ജലവിഹിതത്തെ മറ്റെങ്ങും പോയി നഷ്ടപ്പെടാൻ ഇടയാക്കാതെ, അതായത് മേഘത്തെ നീരാവിയായിട്ട് മുകളിലേക്ക് പോയി മേഘമായി മാറുന്ന അതിനെ മറ്റൊരിടത്ത് പോയി പെയ്യാൻ സമ്മതിക്കാതെ മലനിരകളാൽ തടഞ്ഞു നിർത്തി അവിടെ തന്നെ മഴ പെയ്യിക്കുവാനും ആറുകളായി വീണ്ടും സ്വസ്ഥാനത്ത് തന്നെ എത്തുവാനും സമുന്നത ശീർഷരായ പർവ്വത നിരകൾ സഹായിക്കുന്ന നാട് തന്നെയാണ് ഒരു നല്ല നാടെന്നാണ് ഇവിടെ തിരുവള്ളുവർ പറഞ്ഞു വെക്കുന്നത്. ഇരുപുനലും വായ്ന്തന് മലയും വരുപുനലും വല്ലരണും നാട്ടിർക്കൂറുപ്പു. മഴവെള്ളം, മുറ്റുനീർ, മലനദികൾ, അഴിവറ്റ നഗരികളും നാട്ടിനംഗം. ഓവർ സർ, താങ്ക് യു. Tirukkural 7:37 translates, both springs and rains water wealth along the hills, waterfalls, mountain walls are the parts of the country. The words about the essential of nations' strength and prosperity, detailing the physical components that makes up a country's natural fortified defenses. A land's limbs are its rains, springs, well-placed hills, and a strong fortress. The verse is in the chapter on the country and lists the crucial elements that contribute to the nation's strength. A reliable source of water from both underground and surface sources, fertile and well-situated hills, and a formidable fort. Thank you, sir. 738 பிணியின்மை செல்வம் விளைவு இன்பம் ஏமம் അണി என்ப നാട്ടിற்கு ഇവൈത്. അതായത് ഇതിനു മുന്നേ പറഞ്ഞ കുറളുകളിൽ പറഞ്ഞത് ഒരു രാജ്യം എങ്ങനെയാവണം, അതിന്റെ സ്ട്രക്ചർ എന്തായിരിക്കണം, അതായത് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സ്ഥലത്തിന്റെ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ ഒരു ഇലക്കണം എന്നാണ് പറയുന്നത്. ഒരു രാജ്യം എന്നാൽ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയാം. എന്നാൽ തൊട്ടു മുന്നേയുള്ള 37ാമത്തെ കുറളിൽ പറഞ്ഞിരിക്കുന്നത് ആ രാജ്യത്തിന്റെ അവയവങ്ങൾ എങ്ങനെ ആവണമെന്ന് പറഞ്ഞു. ഇനി ഇത് പറയുന്നത് ശരി, ഇപ്പൊ നമ്മുടെ ഒരു രാജ്യം എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ആ രാജ്യത്തിന്റെ അവയവം പറഞ്ഞു. അടുത്തത് പറയാണ് ആ അവയവത്തെ നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം, അതിന്റെ ഭംഗി കൂട്ടണം. ആ ഭംഗി ഏതാണ്? ഒരു രാജ്യത്തിന് അഴക് അല്ലെങ്കിൽ ഭംഗി എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോ ഒരു ബൊമ്മയോ അല്ലെങ്കിൽ എന്ത് തന്നെ ചെയ്താലും, നമ്മളെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ എന്തുമാത്രം എന്താണ് നമ്മുടെ സ്വയം
ആകർഷിക്കപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഡ്രസ്സിങ്സും, നമ്മുടെ മേക്കപ്പ് അങ്ങനെയൊക്കെ ചെയ്യും. അതുപോലെ നമ്മുടെ വീടിനെയും നമ്മൾ മോടി പിടിപ്പിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വീടിനെ നമ്മൾ ഇത്രത്തോളം മോടി പിടിപ്പിക്കുമ്പോൾ ഒരു രാജ്യത്തെയും മോടി പിടിപ്പിക്കണം എന്നുള്ളതാണ് ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 5 കാര്യങ്ങളാണ് ഈ രാജ്യത്തിന് ഭംഗി കൂട്ടുന്നത്. അതായത് ഒരു സ്ത്രീക്ക് എപ്പോഴും തമിഴിൽ പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു ഒരു എന്താണ് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. അച്ചം, മടം, നാണം, പയിർപ്പ്. ഈ തൊൽക്കാപ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഈ 4ഉം ഒരു സ്ത്രീക്ക് വേണമെന്നാണ് പറയുന്നത്. അപ്പം ഇതിനോട് മുഴുവനായി ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ ഇതാണ് തമിഴിൽ പറയുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഇത് ഇത്രയും വേണം എന്നാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഇതെല്ലാം മാറ്റി മറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് അപ്പം ഈ സ്ത്രീകൾക്ക് ഭംഗി കൂട്ടുന്നത് ഈ 4ഉമാണ്. അതുപോലെ ഒരു രാജ്യത്തിന് ഭംഗി കൂട്ടുന്നത് രാജ്യത്തിൽ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് രാജ്യത്തിന് ഭംഗി കൂട്ടുന്നത്. അത് ഏതൊക്കെയാണ്? പിണിയിന്മ. ഫസ്റ്റ് പറയുന്നത് ഒരു രാജ്യത്തിൽ രോഗം പാടില്ല, അസുഖങ്ങളൊന്നും തന്നെ പാടില്ല. അപ്പം ഒരു അസുഖങ്ങളും ഇല്ലാത്ത ഒരു രാജ്യം കാണുമോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. ചില കാര്യങ്ങൾ നമ്മൾ കാരണം നമ്മൾ തന്നെ സ്വയം അസുഖം വരുത്തി വെക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കണം. വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ രോഗമുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ആഹാര രീതി നമ്മൾ മനുഷ്യർ തന്നെ സ്വയം ചെയ്യുന്നതാണ്. ഈ ഖുറാനിൽ രാജാവിനും ജനങ്ങൾക്കുമുള്ള പ്രവൃത്തികൾ എന്താണെന്നാണ് പറയുന്നത്. അവരാണ് ഇപ്പം സ്വയം സൃഷ്ടിക്കുന്നതാണ്, നമ്മുടെ രോഗം വരുത്തുന്നതാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട്. അപ്പൊ പിണിയിന്മ എന്ന് പറയുന്നത് നമ്മൾ സ്വയം ചെയ്യേണ്ട ഒരു കാര്യമാണ്, രോഗമില്ലാതെ നോക്കുക. പിന്നെ സെൽവം എന്ന് പറയുന്നത് ധനം, കാശ്. എങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചകൾ കൂട്ടാൻ പറ്റും, സാമ്പത്തിക ശേഷി എങ്ങനെ ഉയർത്താം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് വിളവ് എന്ന് പറയുന്നത് നമ്മുടെ കാർഷികത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. എങ്ങനെയൊക്കെ നമുക്ക് കാർഷിക സംതൃഷ്ടി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് വിളയിടൽ എന്ന് പറയുന്നത്. അടുത്തത് ഇൻപം എന്ന് പറയുന്നത് സന്തോഷം. അതായത് ജനങ്ങൾ എപ്പോഴും സന്തോഷവാനായിരിക്കണം. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഓണം എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരുപാട് ഗവൺമെന്റ് തന്നെ ഒരുപാട് കലാ പരിപാടികൾ, സാംസ്കാരിക പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? ആ ജനങ്ങളെല്ലാം സന്തോഷവാനായിരിക്കണം. അപ്പൊ ഞങ്ങൾക്ക് തമിഴില് ഒരു വലിയൊരു കൃതി തന്നെയുണ്ട്, വിഴ എന്ന് പറഞ്ഞിട്ട്. അതായത് ജനങ്ങളുടെ സന്തോഷത്തെ കൂട്ടുന്നതിൽ മെജോറിറ്റി വിഴാക്കളാണ്. ഇപ്പൊ കേരളത്തെ അപേക്ഷിച്ച് തമിഴ്നാട്ടിൽ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് വിഴാക്കളുണ്ട്. അപ്പൊ അതില് സംഘം ലിറ്ററേച്ചർ ആ വിഴാക്കളെയൊക്കെ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ കാർത്തികൈ തിരുനാൾ നമ്മൾ ഇന്നലെ ആഘോഷിച്ച ഒന്നാണ് കാർത്തികൈ വിഴ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ രാജാവിന്റെ ജന്മദിനം ആഘോഷിക്കും. ഇങ്ങനെ ആഘോഷങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് എടുക്കാം. ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സ്നേഹം കൈമാറുകയും നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഒരു രാജ്യം നന്നാവണമെന്നുണ്ടെങ്കിൽ, ആ രാജ്യത്തിന്റെ ഭംഗി കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ ജനങ്ങൾ സന്തോഷവാനായിരിക്കണം. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് നമുക്ക് ഗവൺമെന്റിനും ജനങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നത്? അതിലൊന്നാണ് ഇൻപം എന്ന് പറയുന്നത്, മകിഴ്ചി അല്ലെങ്കിൽ സന്തോഷം എന്നുള്ളതാണ്. ഏമം എന്ന് പറയുന്നത് സംരക്ഷണം എന്നാണ്. അതായത് പാതുകാവൽ എന്ന് തമിഴിൽ പറയും. അതായത് ജനങ്ങളുടെയും രാജാവിന്റെയും പാതുകാവലാണ്. അതായത് സംരക്ഷണം. രാജാവിനും ഒരു ഭീഷണി ഉണ്ടാവാൻ പാടില്ല, ജനങ്ങൾക്കും ഭീഷണി ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ ഗാന്ധിജി എന്നെ എന്തു പറഞ്ഞായിരുന്നു? നമ്മുടെ രാജ്യത്തിന് ഒരു സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറയുന്നത്, നല്ല യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ രാത്രി 12 മണിക്ക് നല്ലപോലെ കംപ്ലീറ്റ് ജുവൽസോട് കൂടി പോയിട്ട്, ജുവൽസ് മാത്രമല്ല എന്റെ ചാരിതാർത്ഥ്യം എല്ലാം കൊണ്ട് തന്നെ പോയതുപോലെ തിരിച്ചെത്തുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് ഗാന്ധിജി പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു ഭീഷണിയുമില്ലാതെ, അപ്പോൾ ഇതൊന്നുമില്ലാത്ത ഈ 5 കാര്യങ്ങളുമാണ് ഒരു രാജ്യത്തിന് ഭംഗി കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഈ അണി എന്ന് പറഞ്ഞാൽ അഴക് അല്ലെങ്കിൽ അലങ്കാരം എന്ന് പറയാം. ഇത് 80 നാട്ടിற்கு വൈന്തും. ഈ 5ഉമാണ് ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഭംഗി കൂട്ടുന്നത്. ആ 5 എണ്ണം: ഒന്ന് അസുഖമില്ലാത്തത്, രോഗമില്ലാത്ത അവസ്ഥ, പിന്നെ ധനം,
സമ്പത്ത് കൂട്ടുക, വിളച്ചൽ എന്ന് പറഞ്ഞാൽ കാർഷിക ഇത് കൂട്ടുക, ഇൻപം അതായത് കുറെ ഫങ്ഷൻസും എന്തൊക്കെ സാംസ്കാരിക ഇതൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ജനങ്ങൾക്ക് സന്തോഷം കൊടുക്കുക. പിന്നെ ഏമം എന്ന് പറഞ്ഞാൽ സംരക്ഷണം, രാജാവിനായാലും ജനങ്ങൾക്കായാലും സംരക്ഷണം കൊടുക്കുക. ഈ 5 ഉണ്ടെങ്കിലാണ് ആ രാജ്യത്തിന്റെ ഭംഗി ഉള്ളത്. ഓക്കെ, താങ്ക് യു. ശ്രീകുമാരി മാം പോയി തോന്നുന്നു അല്ലേ? ഓക്കെ. ഇപ്പം മാം പറഞ്ഞതുപോലെ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. ഒന്ന് ദീനമില്ലായ്മ, സ്ത്രീ, അതുപോലെ തന്നെ വിളവുണ്ടാകുക, ഇമ്പം, അതുപോലെ തന്നെ നല്ല സുരക്ഷിതമായിട്ടുള്ള അവസ്ഥ. ഈ 5ഉം നാടിന് ഭൂഷണമാണ് എന്നാണ് പറയുന്നത്. ഹെൽത്ത്, വെൽത്ത്, ഈൽഡ്, ഹാപ്പിനെസ്, security, those 5 are said to be the ornaments of country. കുറൾ 739. അടുത്തത് 739 കുറളാണ്. അതായത് നാട് என்ப നാടാ വളത്തന്, നാട് അല്ല നാട് വളം തരും നാട്. അതായത് ഒരു രാജ്യമെങ്കിൽ അതിൻ്റെ രാജ്യത്തിന്റെ സമ്പത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അതിന്റെ വെൽത്ത് ഇതുപോലുള്ള കാര്യങ്ങളെ അന്വേഷിച്ച് നടക്കേണ്ടി വരരുത്. ഇപ്പൊ നമ്മുടെ രാജ്യത്തില് നമുക്ക് വേണ്ടിയതെല്ലാം നമ്മൾ സ്വയം പര്യാപ്തത എന്നുള്ളതാണ് ഇതില് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. അതായത് നാടെൻപ നാടാ വളത്തന്, അതായത് നമുക്കിതില്ല, അതുകൊണ്ട് നമ്മൾ അയൽ രാജ്യത്തിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അയൽ രാജ്യത്തിൽ പോയി ഇതിനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരാം എന്ന് വരാൻ പാടില്ല. സ്വയം ഉണ്ടാക്കണം. അതായത് തേടി അലയരുത്. എന്നുവെച്ചാൽ നാട് വളത്തന നാട് என்ப, അതായത് നമ്മുടെ എന്താണ് വെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. അത് അന്വേഷിച്ച് പിന്നെയും പുറകിലോട്ട് അല്ലെങ്കിൽ അടുത്ത രാജ്യങ്ങളിലേക്ക് അയൽ രാജ്യങ്ങളിലേക്ക് അന്വേഷിച്ച് പോവാൻ പാടില്ല. അത് മാത്രമല്ല നമ്മൾ അന്വേഷിച്ച് പോകാനും പാടില്ല. നമുക്കിതെല്ലാം താനെ കിട്ടണം. നമ്മുടെ രാജ്യത്തുള്ളവർക്ക് ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ രാജ്യത്ത് തന്നെ, നമ്മുടെ രാജ്യത്തിൽ ഇല്ലാത്തതൊന്നുമില്ല, ഞങ്ങൾക്ക് എല്ലാം ഇവിടെ ഉണ്ട് എന്ന് പറയത്തക്ക രീതിയിലാവണം ഒരു നാട്. ഇനി നാട് അല്ല നാട് വളം തരും നാട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വാക്കുകൾ കൊണ്ട് വള്ളുവർ കളിച്ചിരിക്കുകയാണ്. നാട് നാട് നാടെന്ന് പറഞ്ഞ ആ വാക്കുകൾ കൊണ്ട്. ഇത് ഭയങ്കര നല്ല ഒരു കുറളാണ്. നാട് என்ப നാടാ, നാട്, നാട് ഇതൊക്കെ വേറെ വേറെ മീനിങ്ങിൽ വരുന്നതാണ്. അപ്പോ ആദ്യത്തെ നാട് என்ப എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം എന്ന മീനിങ് ആണ്. അടുത്ത നാടാ എന്ന് പറഞ്ഞാൽ പോവാതെ, മറ്റുള്ള രാജ്യങ്ങളിൽ അന്വേഷിച്ച് ചെല്ലാത്ത എന്ന മീനിങ് ആണ്. വളത്തന നാട്, അത് രാജ്യമാണ്. നാട് അല്ല, ഒരു രാജ്യം അല്ലാത്തത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട് വളം തരും നാട്. അതായത് എല്ലാ സംതൃപ്തികളും എല്ലാ വെൽത്തുകളും അവനവന്റെ രാജ്യത്തിൽ തന്നെ കിട്ടുന്ന രീതിയിൽ ചെയ്യുക. അതല്ലാത്ത നാട് നാടേ അല്ല, രാജ്യമേ അല്ല. കാരണം എല്ലാം അവനവന്റെ നാട്ടിൽ കിട്ടുന്ന മാത്രമേ ആ രാജ്യത്തിനും നല്ലത്. അതാണ് നമ്മൾ രാജ്യം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നും തന്നെ ഇല്ല. അതായത് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ പലരും അടുത്ത രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല. അത് നമുക്ക് നല്ലതൊന്നല്ല. നമ്മളത് എന്റെ ജനങ്ങളെല്ലാം അയൽ രാജ്യത്തിൽ പോയി സമ്പാദിച്ചിട്ട് വരുന്നു, അതുകൊണ്ടാണ് എന്റെ രാജ്യം നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു നല്ല രാജ്യത്തിനുള്ള ഭംഗിയല്ല. അതുകൊണ്ടാണ് പറയുന്നത് മറ്റുള്ള നമ്മുടെ ആവശ്യമുള്ളതെല്ലാം നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്ക് സ്വയം പര്യാപ്തത എന്നാണ് ഇതിന് കൂടുതൽ നമുക്ക് പറയാവുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. അധികാരം 74, കുറൾ 739. നാടെൻപ നാടാ വളത്തന് നാടല്ല, നാട വളം തരും നാട്. നാടെൻപ നാടാ വളത്തന നാടല്ല, നാട വളന്തരും നാട്. നാടെന്നാൽ ശ്രീ താനേ എത്തണം, നാടല്ല തേടിയാൽ ശ്രീയെത്തും നാട്. നാടെന്നാൽ ശ്രീ താനേ എത്തണം, നാടല്ല തേടിയാൽ ശ്രീയെത്തും നാട്. ഇവിടെ ഒരു രാജ്യത്തിൽ ഉണ്ടായിരിക്കേണ്ട സമ്പൽ സമൃദ്ധിയെ കുറിച്ചും ആ നല്ല സമ്പത്ത് ഉള്ള ഒരു രാജ്യമായിരിക്കും ഒരു നല്ല നാടെന്നുമാണ് തിരുവള്ളുവർ പറയുന്നത്.
അതായത് ഒരു നാട്ടിൽ ജീവിക്കുന്നവർ അന്വേഷിച്ച് കഷ്ടപ്പെടാതെ തന്നെ അവരുടെ അരികിൽ ഐശ്വര്യലക്ഷ്മി താനേ എത്തുന്ന മട്ടിൽ സ്വയം സമ്പൽ സമൃദ്ധികളെ വളർത്തുന്ന നാടാണ് യഥാർത്ഥ നാട്. അന്വേഷിച്ച് കഷ്ടപ്പെട്ട് സമ്പൽ സമൃദ്ധികളെ ആനയിച്ചു കൊണ്ടുവരുന്ന നാടുകൾ യഥാർത്ഥ നാടുകളല്ല. അതായത് നമുക്കിപ്പോ മാം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള കുട്ടികളുടെ യുവതലമുറകളുടെ നല്ല അറിവ്, അറിവ് നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ നാടിനെ കുറച്ചുകൂടി നമുക്ക് ഉയർത്താൻ കഴിയും. കാരണം നമ്മുടെ നാടിന്റെ സമ്പൽ സമൃദ്ധി നമുക്ക് അറിയാവുന്നതാണ്. ഡച്ചുകാരും പോർച്ചുഗീസുകാരും പേർഷ്യൻകാരും അതുപോലെ ഇംഗ്ലീഷുകാരും ഒക്കെ അവരുടെ നാടിന് അടിത്തറ ഇട്ടത് നമ്മുടെ നാടിന്റെ സമ്പൽ സമൃദ്ധി കൊണ്ട് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്നാണ് ജോലി തേടിയും ഈ പറഞ്ഞതുപോലെ പണ സമ്പാദനത്തിനുമായി അന്യനാടുകളിൽ പോവുകയും അതിന്റെ ഒരു വിഹിതം നമ്മുടെ രാജ്യത്തിന് കിട്ടുകയും ചെയ്യുക വഴിയാണ് നമ്മുടെ രാജ്യം ഇന്ന് പിടിച്ചു നിൽക്കുന്നത് എന്നൊരു പറയലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട് ഇത്രയും നല്ലൊരു ഭാരതത്തെ നമ്മൾ എല്ലാ തരത്തിലും ഏത് വശത്തൂടെ നോക്കിയാലും സമ്പൽ സമൃദ്ധി നിൽക്കുന്ന ഇതിനെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കാണാം. സ്വയമേവ ഐശ്വര്യ സമൃദ്ധികൾ കുമിഞ്ഞുകൂടുന്ന നാടാണ് യഥാർത്ഥത്തിൽ നല്ല നാട്. പാടുപെട്ട് അന്വേഷിച്ച് ഐശ്വര്യത്തെ കണ്ടെത്തേണ്ടി വരുന്ന നാട് നല്ല നാടല്ല. പ്രകൃത്യാ തന്നെ സമൃദ്ധവും ധന്യവുമായിരിക്കണം ഒരു നാട് എന്നാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. ഓവർ. താങ്ക് യു സർ. Okay. Tirukkural 739 translates, "Noble among countries is the one which is rich and prosper naturally. A country making prosperity by labor is not a welfare state. One naturally rich is called best." The Tirukkural 79 states that the greatest lands are those that are naturally abundant, not those that become prosperous through the toil of the people. The ideal country is one with abundant natural resources that provides for its people without requiring them to work essentially hard. In this plural, lands and that are rich by nature are truly great lands. Those that achieve prosperity only through the efforts of their people are not great lands. The chapter, the land emphasizes the importance of self-sufficiency and natural wealth for a nation. Thank you. Over. Okay, next. ഈ അധികാരത്തിന്റെ ഏറ്റവും ലാസ്റ്റ് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നുമാണ്. ആങ്ക് അമൈവ് എഴുതിയ കണ്ണും ഭയമിന്റെ വേന്ത് അമൈവ് ഇല്ലാத നാട്. അതായത് ഇത്രയും 9 കുറളിൽ പറഞ്ഞു ഒരു രാജ്യം എങ്ങനെയാവണം, രാജ്യത്തിന്റെ അംഗങ്ങൾ എന്തൊക്കെയാണ്, അതിലെന്തൊക്കെയാണ് ഭംഗി തരുന്നത്, ഇതിനെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ലാസ്റ്റായിട്ട് പറയുന്നതാണ് ഇതെല്ലാം ഉണ്ട്, രാജ്യത്തിന്റെ എന്താണ് അത് സ്ട്രക്ചർ ഉണ്ട്, അതിനുള്ള പ്രകൃതിക്ഷോഭങ്ങളൊന്നുമില്ല, അസുഖങ്ങളില്ല, അങ്ങനെ എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു നാട്, ഒരു രാജ്യമാണ്. എന്നാൽ ആ രാജ്യത്തിന്റെ നല്ല രാജാവ് ഇല്ലെങ്കിൽ ആ രാജ്യത്തിന് എന്തുണ്ടെങ്കിലും ഒന്നുമില്ല എന്നുള്ളതാണ് ഈ കുറളിന്റെ അർത്ഥം. അതായത് വേന്ത് അതിലെടുക്കേണ്ടത് രണ്ടാമത്തെ ലൈനാണ് ആദ്യം എടുക്കേണ്ടത്. വേന്ത് അമൈവ് ഇല്ലാതെ നാട്, അതായത് രാജാവ് നല്ല വേന്ത് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ് അതിന്റെ അർത്ഥം. നല്ല രാജാവ് ഇല്ലാത്ത ഒരു രാജ്യമാണെങ്കിൽ ആങ്ക് അമൈവ് എഴുതിയ കണ്ണും ഭയമിന്റെ, അതായത് അവിടെ എല്ലാ വിധമായ എന്താണ് നമുക്കിപ്പോ ഇത്രയും 9 കുറളിലും നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ രാജ്യത്തിലുണ്ട് ഉണ്ടായെങ്കിലും എഴുതിയ കണ്ണും എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടെങ്കിലും
ഭയമിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയം എന്നുള്ള മീനിങ് അല്ല ഇവിടെ വരുന്നത്. ഒരു ബലനും ഇല്ല അവിടെ, അതുകൊണ്ട് ഒരു ഫലവും ഇല്ലാതാവുന്നുണ്ട്. വേന്ത് അമയവില്ലാത്ത നാട്, രാജാവ് ഇല്ലാത്ത, നല്ല രാജാവ്, കാരണം ഇതെല്ലാം ഉണ്ട്, പക്ഷെ അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ലീഡർ വേണം. ആ ലീഡർ ശരിയല്ലെങ്കിൽ, ലീഡർ ഇവിടെ നമുക്ക് രാജാവ് എന്ന അർത്ഥത്തിലെടുക്കാം. ഈ രാജ്യത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള രാജാവില്ലെങ്കിൽ ആ രാജ്യത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിലും നല്ല ജനങ്ങളുണ്ട്, അവിടെ രോഗമില്ല, നല്ല പ്രകൃതിയുണ്ട്, നല്ല കാർഷിക വിളവുണ്ട്, നല്ല കാശുമുണ്ട്, ഇനി അവിടുത്തെ ജനങ്ങൾ നല്ല പഠിച്ച് നല്ല ഉന്നതിയിലിരിക്കുകയാണ്. പക്ഷേ രാജാവ് നല്ലതല്ല, അതിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയില്ല. നമുക്കുള്ള വെള്ളമുണ്ട്, എപ്പോഴും മഴ ലഭിക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള മഴ കിട്ടുന്നുണ്ട്, കാർഷിക വിഭവങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ വിളവുണ്ട്. പിന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേറെ ആവശ്യത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല, എല്ലാ വിധത്തും ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ആൾ ആരാണ്? രാജാവാണ്. അതിനെ നയിച്ചു കൊണ്ടുപോകാനുള്ള ഒരു രാജാവില്ലെങ്കിൽ അത് വേസ്റ്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു കൂട്ടായ്മയെ നമ്മൾ നയിച്ചു കൊണ്ടുപോകണമെങ്കിൽ അതിനെ നയിക്കാൻ ഒരു തലവൻ വേണം. ആ തലവൻ ഇല്ലെങ്കിൽ ആ കൂട്ടായ്മ ഒളിഞ്ഞു പോകും, അതിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെയാണ് ഒരു രാജ്യത്തിന്റെ ചുമതല എന്ന് പറയുന്നത്. ആ രാജാവാണ് ആ രാജ്യത്തിനെ നയിച്ചുകൊണ്ട് പോവേണ്ടത്. അതില്ലെങ്കിൽ ആ രാജ്യമേ ഇല്ല എന്നാണ്. അതിലെന്തുണ്ടെങ്കിലും ആ രാജ്യം നല്ല രാജ്യമല്ല. ഇത്രയുമാണ് ഈ ഖുറനിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു. ഷീല മാം ഉണ്ടോ? നോക്കിട്ടില്ല. ഓക്കെ, പറയാം സാറേ, പറയാം. ഓക്കെ. ഖുറൽ 740 ആങ്കമൈ വെയ്തിയ കണ്ണും പയമിന്റെ വേന്തമൈ വില്ലാതെ നാടു, ആദ്യന്ത ഗുണഭരിതമെങ്കിലും ഫലശൂന്യം അരജ ഗുണമറിയാത്ത നാട്. ആദ്യന്ത ഗുണഭരിതമെങ്കിലും ഫലശൂന്യം അരജ ഗുണമറിയാത്ത നാട്. ഇവിടെ പറയുന്നത് രാജാവിനോട് യോജിക്കുകയും സഹകരിക്കുകയും ചെയ്യാത്ത രാജ്യം, ഈ മുൻപറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിൽ പോലും യാതൊരു ഫലവും ഇല്ലാത്ത അവസ്ഥയിലാകുന്നു എന്നാണ് ഈ ഖുറളിൽ പറയുന്നത്. എല്ലാ ഗുണങ്ങളും ഉണ്ട് എങ്കിൽ പോലും നാടാവണമെങ്കിൽ അരജന്റെ രാജാവിന്റെ ഗുണമഹിമയിൽ ഗുണമഹിമ അറിഞ്ഞ് അതിനോട് സഹകരിച്ച് ജീവിക്കുന്ന ജനങ്ങളും ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായാലും ആ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുത്താൽ തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ പ്രകൃതിയുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളായതുകൊണ്ട് കാലാവസ്ഥയും പ്രകൃതിയും ഒക്കെ ഏകദേശം അടുത്ത് വരുന്നതായിരിക്കും. എങ്കിലും നമ്മുടെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടിയ ആ ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു മഹിമയാണ് നമ്മുടെ ഭാരതത്തെ ഇപ്പോഴും, ആരൊക്കെ ഭരണങ്ങൾ മാറി വന്നിട്ട് പോലും അതിന് അവിടുത്തെ ജനതയ്ക്ക് ഒരു കോട്ടവും തട്ടാതെ നമ്മൾ ഭാരതമായി തന്നെ, ഇന്ത്യയായി തന്നെ ഇപ്പോഴും തുടരുന്നതിന്റെ കാരണം ഒരുപക്ഷെ ഭരിക്കുന്നവരുടെ മനസ്സ് നല്ലതാക്കി കൊടുക്കുന്നത് ആ രാജ്യമായിരിക്കണം. അന്നാണ് ഇതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തിരുവള്ളുവരുടെ ഈ വരിയിലും നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരു രാജ്യം എങ്ങനെയുള്ളതായിരിക്കണം, ആ രാജ്യത്തെ ജനങ്ങൾ രാജാവിനെ അനുസരിക്കുന്നവരായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ആ രാജാവിന് നല്ലൊരു രാജ്യം കിട്ടിയത് കൊണ്ട് പ്രയോജനമുള്ളൂ. അതുപോലെ രാജ്യത്തിന് ഒരു നല്ല രാജാവിനെയും കിട്ടണം. ഇത് രണ്ടും പറഞ്ഞു വെക്കുകയാണ് ഇവിടെ തിരുവള്ളുവർ. ഖുറൽ 740 ആങ്കമൈ വെയ്തിയ കണ്ണും പയമിന്റെ വേന്തമൈ വില്ലാത നാടു, ആദ്യന്ത ഗുണഭരിതമെങ്കിലും ഫലശൂന്യം അരജ ഗുണമറിയാത്ത നാട്. താങ്ക് യു സർ. Thank you, ma'am. Quran 740, the primacy of good governance.
Tirukural couplet 740 states, though all other blessings prevail in a country, if good administration is absent, there is no benefit at all. This verse asserts that good governance is the single most vital factor for a nation's prosperity and well-being, overshadowing even natural resources or wealth. Without a just, equitable, and efficient system of rule, all other potential advantages, such as fertile land, intelligent people, or ample wealth, become meaningless or are quickly squandered. A great country is not defined by its endowments, but by the quality of its ruler and laws. This principle is strikingly illustrated in the Vishnu Purana through the story of King Vena. Vena inherited a kingdom that was initially prosperous and blessed with resources. All blessings prevail. But his arrogance, tyranny, and severe misrule, absence of good administration, led him to forbid all sacrifices and worship other than to himself. Due to Vena's utter lack of dharma, righteous administration, the earth refused yield crops, causing famine and immense suffering among his people, proving that even a kingdom blessed by the gods will collapse under unjust governance. The rishis, sages, ultimately ended his reign, demonstrating that the foundation of any flourishing society must be dharma shasana, righteous rule. Chapter 74 of the Tirukural provides a holistic and enduring definition of an ideal country, transcending mere geography to focus on ethical and administrative qualities. Thiruvalluvar ultimately defines the best nation as one that is self-reliant, possessing strong resources, water, food, wealth, and a population that is both resilient against external threats and civically responsible, paying taxes. The chapter's final message, especially Kural 740, stresses that even the most blessed nation is worthless without impeccable governance and justice. The essence is captured by the proverb, a country's true wealth is its good governance. A small poem. The field is rich, the mines are bright, but justice must uphold the right. If rule is weak, the yield shall cease, for true prosperity needs peace. Thank you, Sabu sir, for hosting this discussion, and I extend my gratitude to all the participants, Shanti ma'am, Nayanar sir, George sir, Roy sir, Sheila ma'am, Sri Kumari ma'am, and for their valuable perspectives. And finally, a big thanks to Dr. Shuddhodhanan sir, the only one viewer. He was there from the starting time itself. Thank you, everybody. Thank you, Thank you. ma'am. Okay, thank you, Shanti ma'am. Mohandas sir, പറയൂ. പറഞ്ഞെങ്കിലും അത് ഇന്നും അർത്ഥവത്തായ ഹെഡ്സെറ്റ് ഈ ഭൂലോകത്തിൽ
വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ലോകരാഷ്ട്രീയ ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ കണ്ടു. അതായത് വാതിലുകൾ തുറന്നിട്ട് ആൾക്കാർ ജീവിക്കുന്ന നാടുണ്ട്. അവിടെ ചതിയും കള്ളവും ഇല്ലാത്ത നല്ല ഭരണവുമുണ്ട് രാജ്യത്തുണ്ട്. അതുപോലെ തന്നെ കൊച്ചു കൊച്ചു രാജ്യങ്ങള് വളരെ സമ്പത്തുമുള്ള രാജ്യങ്ങൾ, നല്ല ജനതയുമുണ്ട്. അവിടേക്കാണ് ആൾക്കാർ ചെന്ന് ചേക്കാനായിട്ട്. ഓക്കെ. Sir, you are not audible. You are not audible. ഇടയ്ക്ക് സാറ് ഹോസ്പിറ്റലാണ്, അപ്പോൾ റേഞ്ചിന് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട്. ഓക്കെ, ശാന്തി മാം, താങ്ക് യു. ശാന്തി മാമിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. താങ്ക് യു സാർ. ഞാന് ഈ ജയമായിരുന്നു. തമിഴിന്റെ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇത് ബോറാവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബോറാണെങ്കിൽ പറയുക. ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അത് വലിയ അറിവുകളാണ്, നമ്മളൊന്നും ഒരിക്കലും കേൾക്കാത്ത ഒത്തിരിയും കണ്ടന്റുകളാണ് മാം പറയുന്നത്. അത് വളരെ മനോഹരമായിരിക്കുന്നു. കുറച്ചുകൂടെ തമിഴ് പറഞ്ഞ ഇച്ചിരൂടെ നല്ലത്. അതെ, താങ്ക് യു മാം, താങ്ക് യു മാം, പുതിയ പുതിയ അറിവുകൾ തരുന്നതിന്. തമിഴ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ തമിഴിൽ തന്നെ സംസാരിക്കാം. തമിഴ് നിങ്ങൾക്ക് അയ്യോ, മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അല്ല, മലയാളത്തിൽ മുഴുവൻ വേണ്ട, മുഴുവൻ പറഞ്ഞാൽ നമ്മളാകെ അല്ല പ്രശ്നമായി. ഒരു അല്ല സാർ, അല്ല ഒരു ഒരു പ്രാവശ്യം പ്രാവശ്യം പറഞ്ഞാൽ അല്ല സാറേ, നമുക്ക് ഒരു മനസ്സിലാവും പ്രാവശ്യം സാർ. പറഞ്ഞാൽ സാർ ഞങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന് അല്ല, ഇപ്പൊ പറഞ്ഞാൽ പറയുന്നത് മതി. മനസ്സിലാവും. തമിഴ് പറഞ്ഞിട്ട് അതിന്റെ മലയാളം. ട്രാൻസ്ലേഷൻ ഒക്കെ നന്നായിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നതൊക്കെ വളരെ ഇതായിട്ടുണ്ട്. ആദ്യം എടുക്കേണ്ട ഭാഗങ്ങളും പിന്നെ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളും വളരെ സുധാകരൻ സാറ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഇനി ജോർജ് സാർ, ശുദ്ധോധൻ ഡോക്ടർ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് Sir, ഞാൻ പറഞ്ഞോട്ടെ. പറയൂ. പറഞ്ഞോളൂ. എന്തായാലും നല്ല രാജ്യം എന്തൊക്കെയാണെന്ന് പഠിക്കാൻ പറ്റി. കാരണം രാമരാജ്യം എന്ന് ഒക്കെ പറഞ്ഞിരുന്നത് എന്താണെന്ന് ശരിക്കും മനസ്സിലായി. സമ്പന്ന രാജ്യം എന്താണെന്ന് മനസ്സിലായി. ശ്രേഷ്ഠ രാജ്യം എന്താണെന്ന് മനസ്സിലായി. അതുപോലെ നമ്മുടെ ഈ GDP-യുടെ കാര്യം അത് വളരെ സിമ്പിളായിട്ട് അന്നേ അദ്ദേഹം പറഞ്ഞിരുന്നു. ഹാപ്പിനെസ് ഇൻഡെക്സ് എന്താണെന്ന് അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു. ഈ പ്രകൃതിക്ഷോഭം, നാച്ചുറൽ കലാമിറ്റിയും ഒക്കെ വരുന്നത് രാജാവിൻ്റെ സദ്ഭരണവുമായിട്ട് ബന്ധമുണ്ട്. ധർമ്മിഷ്ഠൻ ഭരിക്കുന്ന സമൃദ്ധമായ നാടെന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് നമ്മുടെ ഈ ലാൻഡ് സ്ലൈഡും വയനാടും അതും ഇതൊക്കെ എനിക്ക് അത് എങ്ങനെയാണെന്നറിയില്ല, ഇത് മനസ്സിലേക്കൊക്കെ വന്നു. ധർമ്മിഷ്ഠൻ ഭരിക്കുന്ന നാട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വന്നു. അത് വളരെ ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. കാരണം പ്രകൃതി പോലും ക്ഷോഭിക്കുന്ന എന്തിനാണ് എന്ന് നമുക്ക് തോന്നുന്നു. മനുഷ്യന്മാർ ഒക്കെ അക്രമാസക്തരാകുന്നു, അതേപോലെ പ്രകൃതി ക്ഷോഭിക്കുന്നു. രാജതുല്യരായ ജനപ്രതിനിധികളൊക്കെ ഭയങ്കര നീചമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. രാവണൻ പണ്ടൊരു സീതയെ അപഹരിച്ചു കൊണ്ടുപോയതേ ഉള്ളൂ. ഇത് ഈ വൃക്ഷക്കൂട്ടങ്ങളിലേക്കൊക്കെ പാലക്കാട് ജനപ്രതിനിധിയൊക്കെ ഇങ്ങനെ പോകുന്നതും ഒക്കെ കാണുമ്പോൾ, അതേപോലെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് അത് എനിക്ക് ഞാൻ കോറിലേറ്റ് ചെയ്തത് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ജീവിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇപ്പോൾ അവരെ അതിഥി തൊഴിലാളി എന്ന ഓമന പേരൊക്കെ ഇട്ട് വിളിച്ച് നമ്മൾ ഹിന്ദി പഠിച്ച് അവരോട് സംസാരിച്ചതും ഒക്കെ നമ്മുടെ വലിയ ആതിഥേയത്വത്തിൻ്റെ വെളിപ്പെടുത്തലാണെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചതാണ്. അതേപോലെ ഫ്രഞ്ച് റവല്യൂഷൻ, അത് പട്ടിണിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഫ്രഞ്ച് റവല്യൂഷൻ, അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കിറ്റൊക്കെ തരുന്നുണ്ട്. റേഷൻ അരി വഴി ഫ്രീ അരിയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ പോലൊരു റവല്യൂഷൻ നമ്മുടെ നാട്ടിൽ നടക്കാത്ത എന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. പിന്നെ ഒരു സെക്കുലർ കൺട്രി എങ്ങനെയായിരിക്കണം എന്ന് എനിക്ക് മനസ്സിലായി. അതിനകത്ത് ഒരു കുടിലൻ എന്ന പേര് ഇട്ടത്. അപ്പോൾ ഈ പണ്ട് അറിയാമല്ലോ, കഥാപാത്രങ്ങൾക്കൊക്കെ അതനുസരിച്ചിട്ടാണ്. ശൗനി, കുടിലൻ,
എന്നൊക്കെ പേരിടുന്ന അതുപോലെ എന്തായാലും ഞാനൊരു നോവൽ വായിക്കുന്നത് പോലെ നിങ്ങളെല്ലാവരും കൂടെ മാറി മാറി പറഞ്ഞതൊക്കെ ഇങ്ങനെ കേൾക്കുകയായിരുന്നു. ആവേശപൂർവ്വം ഓരോരുത്തരും മാറി മാറി പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രസൻറ്റേഷനിൽ ഇങ്ങനെ ഭാഷകൾ അങ്ങനെ ഈ ഒരു എന്താ പറയുക, പായസം പോലെ ഇംഗ്ലീഷ് വരുന്നു, മലയാളം വരുന്നു, തമിഴ് വരുന്നു, ഇതെല്ലാം കൂടെ കലർന്ന മണിപ്രവാളം വരുന്നു. അതൊക്കെ കൂടെ രസകരമായി ഇത് കേൾക്കാതെ പോയവർക്കൊക്കെ ഭയങ്കര നഷ്ടമാണ്. കാരണം ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു 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 കാര്യമായിരുന്നു. കാരണം രാജ്യത്തിനെ പറ്റി നമ്മളൊക്കെ വ്യക്തികൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ വരുമ്പോഴൊക്കെ എന്താണ് ഈ ശ്രേഷ്ഠ രാജ്യം, എന്താണ് ഭരിക്കുന്ന രാജ്യം എന്നൊക്കെ. അതിനകത്ത് ശീല മാം പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ, എന്തുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ആ ഒരു ചൈതന്യം കെട്ടുപോകാത്തത് എന്നുള്ളത് എനിക്ക് അത് ബോധ്യമായി. മാം അത് 2 സെൻറ്റൻസേ പറഞ്ഞുള്ളൂ ആ കാര്യത്തിൽ. പക്ഷെ അത് എങ്കിലും നമ്മുടെ ഈ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മാജിക്കൽ റിയലിസം പോലെ നമ്മൾ പണ്ടത്തെ കാര്യവും ഇപ്പോഴത്തെ കാര്യവും കൂടെ എല്ലാം നിങ്ങൾ സമാസമം ചേർത്ത് വേണ്ട പോലെ എല്ലാം ചേർത്ത് കഷായ പരുവത്തിലാക്കി തന്നത്, അത് ആസ്വദിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷം അറിയിക്കുന്നു. ഇറ്റ് ഈസ് വെരി വെരി മച്ച് എൻ്റർടൈനിങ് ആൻഡ് ഇൻഫോർമേറ്റീവ്. പക്ഷെ മോഹൻദാസ് സാർ പറഞ്ഞ കാര്യം കേൾക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് സാധാരണ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ വളരെയൊക്കെ താല്പര്യത്തോടെ കേൾക്കുന്നതാണ്. റേഞ്ച് ഇല്ലാതെ പോയി. സാറ് ഹോസ്പിറ്റലിലാണെന്ന് സാബ് സാർ ഓർമ്മിപ്പിച്ചു എന്നെ. എന്തായാലും നന്നായി കേട്ടോ, ഇത്തിരി വൈകിപ്പോയെങ്കിലും നന്നായി. ഐ എൻജോയ്ഡ് ഇറ്റ് വെരി മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ജോർജ് സാർ ഉണ്ടോ? സാറേ, ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഈ പലപ്പോഴും ഭാഷാപ്രയോഗത്തിൽ നമ്മൾ കുടിലതന്ത്രം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്നാണ് ഈ കുടിലന്റെ കഥ കിട്ടിയത്. അതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ. അത് പറയാതെ വയ്യ. ഈ കുടിലൻ എന്തൊക്കെ കുടിലതന്ത്രം എന്ന് പറയുന്നത്. ആ രാജാവിന്റെ പേര് ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂ. രാജാവിന്റെ പേര് ജീവകൻ എന്നാണ്. ജീവകൻ രാജാവിന്റെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രിയാണ് ഈ കുടിലൻ. അത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ആരെങ്കിലും കുടിലതന്ത്രം ഒക്കെ പറയുമ്പോ അതെന്താണെന്ന് പറയുന്നുണ്ട്. രാജാവ് ആരാണ്? കുടിലൻ ആരാണ്? രാജാവ് ആരാണ്? ജീവകനാണോ എന്ന് ചോദിച്ചാൽ മതി അല്ലേ? അതെ 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 അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വേറെ ഷെയർ ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സാറേ 2 വരി പാടിക്കോട്ടെ? പിന്നെ പഠിക്കൂ. ഭാരതമെന്നാൽ പാരിന്നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിന്നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. വിരുന്നു വന്നവർ ഭരണം പറ്റി മുടിഞ്ഞു പണ്ടി വീടാതെ, വീടു പുതുക്കി പണിയും വരെയും വിശ്രമമില്ലിനിമേൽ. വീടു പുതുക്കി പണിയും വരെയും വിശ്രമമില്ലിനിമേൽ. തുടങ്ങി വെച്ചു നാം ഒരു കർമ്മം, തുഷ്ടി തുളുമ്പും ജീവിതധർമ്മം. സ്വതന്ത്ര ഭാരത വിശാലഹർമ്മ്യം സുന്ദരമാക്കും നവകർമ്മം. ഭാരതമെന്നാൽ പാരിന്നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ജന്മഗൃഹമല്ലോ. ഓക്കെ, താങ്ക് യു സാർ. തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. എല്ലാം വളരെ മനോഹരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് നമ്മളുടെ ലെജിസ്ലേഷൻ അല്ലെങ്കിൽ നമ്മുടെ വോട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചുള്ള ഒരു നിയമപരമായ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ്. ഇളങ്കോ സാറാണ് എടുക്കുന്നത്. റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് കൺട്രി എന്നുള്ള 1951 ഒരു ആക്റ്റാണത്. ഓക്കെ, അപ്പം സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ.